എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇവിടെ ഒരു വിഷയം അവതരിപ്പിക്കാനായി എനിക്കൊരവസരം തന്ന ഇടുക്കി എസൻസ് ഗ്ലോബലിനുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം വരാനിരിക്കുന്ന ലിറ്റ്മസിലേക്ക് 2025 എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഒക്ടോബർ 19 എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, ഇടുക്കിക്ക് വളരെ അടുത്താണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയൊരു പാർട്ടിസിപ്പേഷൻ ഇവിടെ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റസൂലേ നിൻ വരവാലേ, ഇതാണ് വിഷയം. ഇത് പഴയ ഒരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു സഞ്ചാരി എന്ന ഒരു മലയാള ചിത്രമുണ്ട്, നസീറും ജയനും ഒക്കെ ഉള്ള. അതിനകത്ത് ഉമ്മർ പാടുന്നൊരു പാട്ടാണ്. റസൂലേ നിൻ വരവാലേ, റസൂലേ നിൻ കനിവാലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള സർവ മഹത്തായ കാര്യങ്ങളും മാറ്റങ്ങളും പുരോഗതിയും മറുപ്പുകളും എല്ലാം ഉണ്ടായിട്ടുള്ളത് റസൂലേ നിൻ വരവാലേ ആണ്. നീ വന്നതുകൊണ്ടാണ്, നിന്റെ കനിവ് കൊണ്ടാണ് എന്നാണ് ആ പാട്ട് പറയുന്നത്. എനിക്കും ഇന്ന് അത് തന്നെയാണ് പറയാനുള്ളത്. റസൂലേ നിൻ വരവാലേ. ആരാണ് റസൂല്? മുഹമ്മദ്. യുദ്ധം ഇപ്പം ഫുൾ എവിടെ നോക്കിയാലും യുദ്ധമാണ്, ചറപറ യുദ്ധങ്ങളാണ്. ഇപ്പം ഈ അടുത്തിടെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഞാൻ ഇടുകയുണ്ടായി. അതായത് ഈ യുദ്ധം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ അടുത്തിടെ ഒരു ചർച്ച പൊതുവായിട്ട് വന്നു. യുദ്ധം ഉണ്ടാകുന്നത് അതിർത്തികൾ കാരണമാണ്, ബൗണ്ടറീസ് ഉള്ളത് കൊണ്ടാണ് യുദ്ധം ഉണ്ടാകുന്നത്, അല്ലെ യുദ്ധമില്ല. എനിക്കത് വളരെ ഉപരിപ്ലവകരമായ ഒരു വിമർശനമായിട്ട് തോന്നി. കാരണം അതിർത്തികൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, പണ്ടൊക്കെ ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമില്ല. അങ്ങനെ യുദ്ധം ഇല്ലാതായി അതിർത്തികൾ മാറ്റിയപ്പോൾ എന്നുള്ള രീതിയിലുള്ള ഒരു വിശകലനം തീരെ കഴമ്പില്ലാത്ത ഒരു വാദമാണ്. കാരണം അതിർത്തികൾ മാറിയാൽ യുദ്ധം മാറുമെങ്കിൽ രാജ്യങ്ങളെ ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ മിക്കവാറും രാജ്യങ്ങളൊക്കെ 1-2 സാമ്രാജ്യങ്ങൾ മാത്രമായിരുന്ന കാലഘട്ടങ്ങളിൽ യുദ്ധം ഇല്ലാതിരിക്കാം. ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് യൂഗോസ്ലാവിയ. യൂഗോസ്ലാവിയ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു, റഷ്യ കഴിഞ്ഞ്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞ്. അത് 1989, 91, 99, 2008 ഇതെല്ലാം കൂടെ കൂടിയപ്പോൾ 6 രാജ്യങ്ങളായിട്ട് മാറി. ഈ പല രാജ്യങ്ങളും തമ്മിൽ ശത്രുതയുണ്ട്. അതേസമയം യൂറോപ്പ് ആകമാനം, 2 ലോകയുദ്ധം നടത്തിയ യൂറോപ്പ് ആകമാനം യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു എക്കണോമിക് സോൺ ഉണ്ടാക്കും. അപ്പോൾ അവിടെ ഒരിടത്തൊരു ബാൽക്കനൈസേഷൻ നടക്കുന്നുണ്ട്, ചിലയിടത്ത് ചെറിയ രാജ്യങ്ങൾ ചേർന്ന് ഒരു രാജ്യമാകുന്നു. ഈ 2 പ്രക്രിയകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു യുദ്ധം എന്ന് പറയുന്നത് 1947 ശേഷം സംഭവ്യമായ ഒരു കാര്യമാണ്. അതിനു മുന്നേ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധമില്ല, ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടൊരു യുദ്ധമില്ല. യുദ്ധം 2 രീതിയിലാകാം. ആക്ച്വലി യുദ്ധം ഒന്നാണ്, പല രീതിയിലാണ്, എത്ര പേര് അപ്പുറം നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഭ്യന്തര യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നു. ആഭ്യന്തര യുദ്ധങ്ങളും യഥാർത്ഥത്തിൽ ആഭ്യന്തര യുദ്ധമാണോ വിദേശ ശത്രുവാണോ എന്നുള്ളതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ വീട്ടിൽ ബോംബ് വീഴുന്നോ, നമ്മൾ നശിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. കെട്ടിടങ്ങൾ നശിക്കുന്നോ, ഇൻഫ്രാസ്ട്രക്ചർ നശിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അല്ല രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ള ഒരു വാദത്തിൽ വലിയ കാര്യമൊന്നുമില്ല. യുദ്ധം നടക്കുന്നുണ്ട്. അത് അതിർത്തികൾ മാറിയാലും ഇല്ലെങ്കിലും യുദ്ധം നടക്കും. ഒന്നിലത് സിവിൽ വാർ ആയിരിക്കാം, അല്ലെങ്കിൽ ബിറ്റ്വീൻ കൺട്രീസ് ആയിരിക്കാം. കൺട്രീസ് ഒരുമിച്ച് ചേർന്നിട്ട് ഒരു വലിയ കൺട്രി ആയിട്ട് വേറൊരു കൺട്രിക്കെതിരെയാകാം. അതിർത്തികൾ അവസാനം വരുന്ന കാര്യമാണ്. യുദ്ധത്തിന് പല കാരണങ്ങളുണ്ട്. അതിൽ കുറേ കാരണങ്ങൾ, പ്രധാന കാരണങ്ങളൊന്ന് എൻലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സാമ്പത്തിക കാരണങ്ങൾ, മതപരമായ കാരണങ്ങൾ, സിവിലായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാരണങ്ങൾ, പ്രതികാരം, ഐഡിയോളജിക്കൽ റീസൺസ് ആൻഡ് ടെറിട്ടോറിയൽ. ഇത് ലാസ്റ്റാണ് അതിർത്തി. ഇതിൽ ഞാൻ ടിക്കറ്റ് കൊടുത്തിരിക്കുന്ന 3 എണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. റിലീജിയസ്, റിവെഞ്ച് ആൻഡ് ഐഡിയോളജിക്കൽ. ഇത് 3 ഒന്ന് തന്നെയാണ്. ഇതൊരു സംതിങ് ലൈക്ക് ഒരു സോഫ്റ്റ്വെയർ, നിങ്ങളുടെ ചിന്തയാണ്. നിങ്ങൾ ബൈബിളിൽ കാണുന്നുണ്ട് ആബേൽ കായൻ.
ആബേൽ ദൈവത്തിന് പ്രിയപ്പെട്ടവനായതിനാൽ കായേൻ ആബേലിനെ കൊല്ലുന്നു. ഒരു കല്ലെടുത്തെറിഞ്ഞു കൊന്നു, പാറ വെച്ച് തലക്കടിച്ചു, ഏതോ കമ്പ് വെച്ചടിച്ചു, അങ്ങനെ പല രീതിയിലുള്ള തിയറികളുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായ ഒരു അതിർത്തി, അത് പെരുകുന്നു, വളരുന്നു, സഹോദരനെ കൊല്ലുന്നു. സഹോദരനെ ആദ്യം കൊല്ലാൻ പറ്റുമല്ലോ, ബൈബിൾ കഥ അനുസരിച്ച് അങ്ങനെ പറ്റുള്ളൂ. ആ വികാരമാണ് യഥാർത്ഥത്തിൽ യുദ്ധം എന്ന് പറയും. ആ കാലുഷ്യം, ആ കോപം, ആ വെറുപ്പ്, ആ പ്രതികാരം, ആ ഐഡിയോളജി, ആ സോഫ്റ്റ്വെയർ, അതിൻ്റെ ഭിന്ന ഭാവങ്ങളും രൂപങ്ങളുമാണ് നമ്മളിന്ന് കാണുന്നത്. അത്രേ ഉള്ളൂ. അതിന് അതിർത്തി കാരണമാകാം. അത് ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അതിർത്തിയാകാം, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൻ്റെ അതിർത്തിയാകാം. മക്കൾ തമ്മിൽ അച്ഛൻ്റെ സമ്പത്ത് പങ്കിടുന്നതിനെക്കുറിച്ചൊരു യുദ്ധം ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിർത്തി പറയാം. അടിസ്ഥാനപരമായി യുദ്ധം ഒരു മസ്തിഷ്ക ആശയമാണ്. നിങ്ങൾക്ക് നിങ്ങളോടുള്ള നിങ്ങളുടെ അതിജീവനത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്, അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയായിരിക്കും യുദ്ധം ചെയ്യുന്നത്. ഈ പിടിച്ചടക്കുന്നത് പോലും അതിജീവനമാണ് എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ ഇത് കേവലം അതിർത്തികൾ മായുന്നതോടെ യുദ്ധം ഇല്ലാതാകുമെന്നോ അതിർത്തികൾ ഉണ്ടാകുന്നതോടെ യുദ്ധം ഉണ്ടാകുമെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. അതിർത്തികൾ അവിടെ പ്രസക്തമായ ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അടുത്തിടെ ഒരു യുദ്ധം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ലേറ്റസ്റ്റ് വാർ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമായിരുന്നു. 12 ദിവസം നീണ്ടുന്ന യുദ്ധം. ആ യുദ്ധം എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇസ്രയേൽ വിചാരിക്കുന്നു ഇറാന് ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടെങ്കിൽ ഇറാൻ തീർച്ചയായിട്ടും ഇസ്രയേലിനെ ആക്രമിക്കും, അല്ലെങ്കിൽ ഇസ്രയേൽ കൊണ്ടിടും. അതോടുകൂടി പിന്നെ ഇസ്രയേൽ ഇല്ല, ആ ജൂത ജനതയില്ല എന്നുള്ളത്. അതുകൊണ്ട് വർഷങ്ങളായിട്ട് 2011 മുതൽ നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇവർ 1 മാസം അകലെയാണ്, 2 ആഴ്ച അകലെയാണ് ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ജസ്റ്റ് അകലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 15 കൊല്ലമായി. ഇപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, 1 മാസം അകലെയാണ്, 2 ആഴ്ച അകലെയാണ്. അതായത് യുദ്ധത്തിന് തൊട്ട് മുന്നേ വരെ. ഇപ്പം നെതന്യാഹു അങ്ങനെയല്ല പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിമർശകർ പറയും, യഥാർത്ഥത്തിൽ ഇറാന് ന്യൂക്ലിയർ ആയുധം ഇല്ല. കാരണം ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള ഒരു ഫത്വ അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖൊമേനി പുള്ളി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിവിൽ ഉപയോഗത്തിന് വേണ്ടി മാത്രമേ ന്യൂക്ലിയർ ശക്തി ഉപയോഗിക്കൂ എന്നുള്ളതാണ്. എന്നിട്ട് ആണവ നിർവ്യാപന കരാർ എന്ന് പറയുന്ന NPT എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് 1970 നിലവിൽ വരുന്നത്. അതിൽ ഇറാൻ ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് ആണവ ശക്തിയുടെ വ്യാപനം തടയുന്നതിന് കമ്മിറ്റഡ് ആണ്, അന്താരാഷ്ട്ര ട്രീറ്റിയിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഇറാൻ. ഇസ്രായേൽ ഒപ്പുവെച്ചിട്ടില്ല. ഇസ്രായേൽ 7 ഡേ വാറിന് മുന്നേ തന്നെ കുറഞ്ഞത് 2-ലധികം ആണവായുധങ്ങൾ ഡിമോണ എന്ന് പറയുന്ന അവരുടെ നെഗേവ് മരുഭൂമിയിലെ ആണവ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഈ ആണവ നിർവ്യാപന കരാറിനെ കുറിച്ച് പറയുമ്പോൾ 5 രാജ്യങ്ങളെ ന്യൂക്ലിയർ ഗ്രാൻഡ് ഫാദേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സെക്യൂരിറ്റി കൗൺസിൽ 5 രാജ്യങ്ങൾ, റഷ്യ, അമേരിക്ക, ചൈന, ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ, ഇവർ 5 പേരും ഉണ്ടാക്കി. ഇവരെന്നുണ്ടാക്കി? 1967 ജനുവരി 1 മുന്നേ ഉണ്ടാക്കിയത് അവിടെ ഇരിക്കട്ടെ, ഇനി ആരും ഉണ്ടാക്കരുത് എന്നുള്ളതാണ് NPTയുടെ അടിസ്ഥാനം. അപ്പോൾ ഉണ്ടാക്കിയവരെയൊന്നും പിടിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ 1967 ജനുവരി 1 മുന്നേ ഇസ്രയേലിൻ്റെ കയ്യിൽ അണുവായുധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. 68 NPT ഓപ്പൺ ആവുന്നത്. രാജ്യങ്ങൾ വന്ന് ഒപ്പിടാൻ പറഞ്ഞു. ഇന്ത്യ ഒപ്പിട്ടില്ല, ഇസ്രയേൽ ഒപ്പിട്ടിട്ടില്ല, ഇറാൻ ഒപ്പിട്ടു. ഒപ്പിട്ടതിന് ശേഷം ഇറാന് പിന്നെ ഈ ന്യൂക്ലിയർ ആണവായുധങ്ങൾക്ക് ആയുധം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം, മെഡിസിൻ പർപ്പസിനായിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഇത് പറ്റില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ യുറേനിയം എൻറിച്ച് ചെയ്തു. യുറേനിയം എൻറിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 പർപ്പസേ ഉള്ളൂ. ഒന്ന്, സാധാരണ ഇതിൽ നമുക്ക് കിട്ടുന്ന മഞ്ഞ കേക്ക്. ഈ മഞ്ഞ കേക്ക് ആണ് യുറേനിയം എന്ന് നമ്മൾ പൊതുവിൽ പറയുന്നത്. അതിൽ യുറേനിയത്തിൻ്റെ 2 ഐസോട്ടോപ്പുകളുണ്ട്, 235 238.
സാധാരണഗതിയിൽ പ്രകൃതിയിൽ കിട്ടുന്ന യുറേനിയത്തിൻ്റെ 99.3% 238 അത് ഫിസൈൽ മെറ്റീരിയൽ അല്ല, അത് വെച്ചുകൊണ്ട് ബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല. 0.7% ആണ് 235. നമുക്ക് 1% പോലും ഇല്ല. ഇത് തിരിച്ചെടുക്കണം. സാധാരണ 2 കെമിക്കൽസ് ആണെങ്കിൽ കെമിക്കൽ ആയിട്ട് തിരിച്ചെടുക്കാം. പക്ഷേ ഇത് ഒരു മൂലകത്തിൻ്റെ 2 ഐസോട്ടോപ്പുകളാണ്. അതിനാണ് ഈ സെൻട്രിഫ്യൂഗ്സ് ഉപയോഗിക്കുന്നത്. സെൻട്രിഫ്യൂഗിൽ ഈ സാധനം വാതകമാക്കും. ആദ്യം യുറേനിയം ഹെക്സാ ഫ്ലൂറൈഡ് എന്ന് പറയുന്നൊരു വാതകമാണ്. എന്നിട്ട് ഇതങ്ങോട്ട് കയറ്റി വിടും. എന്നിട്ട് ഇതിങ്ങനെ കറക്കുമ്പോൾ 238 സെൻട്രിഫ്യൂഗിൻ്റെ ഭിത്തികളുടെ ഭാഗത്തേക്ക് പോകും. 235 വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ അതെൻ്റെ നടുക്ക് ഇങ്ങനെ നിൽക്കും. ഗ്യാസാണ്. എന്നിട്ട് നടുക്ക് ഭാഗത്തുള്ള ഗ്യാസ് എടുത്ത് അടുത്ത സെൻട്രിഫ്യൂഗിലേക്ക് കൊടുക്കും. അപ്പം ഈ നടുക്ക് ഭാഗത്തുള്ള ഗ്യാസിൽ ഈ 0.7 നിന്നൊരു അല്പം കൂടുതലായിരിക്കും. കാര്യം ഭാരം 235 ഭാരമുണ്ട് 238. അതുകൊണ്ട് 238 മാറിപ്പോകും. ഒരു ചെറിയൊരു വേർതിരിവ് ഉണ്ടാവും. എന്നിട്ട് നടുക്ക് ഭാഗത്തെടുത്ത് അടുത്ത സെൻട്രിഫ്യൂഗിൽ കൊടുക്കും. അതിൻ്റെ നടുക്കിൽ നിന്ന് മധ്യഭാഗത്ത് നിന്ന് അടുത്ത സെൻട്രിഫ്യൂഗിലേക്ക് കൊടുക്കും. ഇങ്ങനെ 100 കണക്കിന് സെൻട്രിഫ്യൂഗുകൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഈ 0.7% എന്നുള്ളത് 3% വരും. 3% വന്നു കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാക്കാൻ അത് മതി. പിന്നെയും സമ്പുഷ്ടീകരിക്കും. ഒരു 20% ആകുമ്പോൾ മെഡിസിനൽ പർപ്പസിനായിട്ടുള്ള ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കും. ഇറാൻ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നത് 60%. ഇപ്പം നമ്മൾ വിചാരിക്കും 60% ആയുള്ളൂ, ഇനി 40% എന്നാണ് എന്ന്. അങ്ങനെയല്ല. 60% നിന്ന് 90% ആയിക്കഴിഞ്ഞാൽ ബോംബായി. അത് വളരെ എളുപ്പമാണ്. കാരണം ഈ 60% വരുന്ന സാധനത്തിൽ നിന്നാണ് വീണ്ടും സമ്പുഷ്ടീകരണം നടക്കുന്നത്. ഇത് ഇൻക്രിമെൻ്റലി ഈസിയാണ്. അത് ഏറ്റവും പ്രയാസം ഈ 0.7% നിന്ന് 3% എത്തിക്കാനാണ്. അത്രയും പ്രയാസമല്ല 3% നിന്ന് 20% എത്തിക്കാൻ. അതിലും പ്രയാസം കുറവാണ്, അല്ലെ സമയവും കുറച്ച് മതി 20% നിന്ന് 60% എത്തിക്കാൻ. മറ്റേത് അവസാനത്തെ ഒരു ടോപ്പ് അപ്പ് പരിപാടിയാണ്. യഥാർത്ഥത്തിൽ IAEA അടുത്തിടെ നടന്ന പരീക്ഷണത്തിൽ അല്ലെങ്കിൽ പരിശോധനയിൽ 83% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ്റെ കയ്യിൽ ഉണ്ട് എന്നാണ് കണ്ടത്. എത്ര കിലോ ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ 60% എൻട്രി ചെയ്ത യുറേനിയം കുറഞ്ഞത് 408 കിലോ മഞ്ഞ കേക്ക് ഇറാൻ്റെ കയ്യിലുണ്ടെന്നാണ്. 408 കിലോ. അതൊരു 10 മുതൽ 15 വരെ ബോംബുകൾക്ക്, സാധാ ബോംബുകൾക്ക് അത് മതി. ഇസ്രായേലിൻ്റെ കയ്യിൽ ഇത്ര നാളായിട്ട് ബോംബുണ്ട്. ഇറാന് പേടിയില്ല, ഇറാഖിന് പേടിയില്ല, സൗദിക്ക് പേടിയില്ല. അവരാരും പറയുന്നില്ല. ഇടയ്ക്ക് ബോംബുണ്ട് എന്ന് പറയുന്നല്ലാതെ. പക്ഷെ ഇറാൻ്റെ കയ്യിൽ ബോംബ് വരുമ്പോൾ എന്താണ് എല്ലാവരും പേടിക്കാൻ കാരണം? വേറൊരു രാജ്യം പാകിസ്ഥാന് ബോംബുണ്ട്. പാകിസ്ഥാൻ്റെ ബോംബ് ഉണ്ടാക്കുന്നത് തടയാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, റീഗൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ബോംബ് ഉണ്ടാക്കുന്നു എന്ന് അറിഞ്ഞിട്ടും അതിന് അംഗീകാരം കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇന്ത്യ പരീക്ഷണം നടത്തി. ഇന്ത്യക്കെതിരായിരുന്നു അത് അമേരിക്ക. അങ്ങനെയുണ്ട്. അപ്പോൾ ഇപ്പോൾ നടന്ന ആക്രമണം പ്രധാനമായിട്ടും 3 സെൻറ്റേഴ്സിലായിരുന്നു കേന്ദ്രീകരിച്ചത്. ഒന്ന് ഫോഡോ, നദാൻസ്, അതുപോലെ തന്നെ ഇസ്ഫഗാൻ. ഈ ഫോഡോയിൽ ആക്രമണമായിരുന്നു ഏറ്റവും വലുത്. കാരണം 80 മീറ്റർ താഴ്ചയിലാണ് ഈ നിലയമുള്ളത്. അത് നിറച്ച് സെൻട്രിഫ്യൂഗ്സ് ആണ്, എൻറിച്ച്മെൻ്റ് ആണ്. അമേരിക്കയിലെ കയ്യിലൊരു ബോംബുണ്ട്. ആ ബോംബിൻ്റെ പേര് ബോംബ് യൂണിറ്റ് 57 എന്നുള്ളതാണ്. ഗൈഡഡ് ബോംബ് യൂണിറ്റ് 57, GBU 57. അതിന് 60 മീറ്റർ വരെ താഴെ പോകാൻ കഴിയും. ഈ 80 മീറ്ററിലുള്ള ഇതിനെ ഹിറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതായിരുന്നു വിഷയം. അത് തന്നെ ഒരിടത്ത് ഹിറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ വീണ്ടും ഹിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടായിരുന്നു. 13,600 കിലോഗ്രാമാണ് ഇതിൻ്റെ ഭാരം. ഈ ഭാരം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു വിമാനം ഇവിടെ കിടപ്പുണ്ടായിരുന്നു, F-35 എന്ന് പറയുന്ന വിമാനം. ആ വിമാനത്തിൻ്റെ ഡ്രൈ വെയിറ്റ്, ആ വണ്ടിയുടെ മാത്രം ഭാരം അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ മാത്രം ഭാരം നോക്കുകയാണെങ്കിൽ ഇതിൽ കുറവാണ്. 30,000 പൗണ്ട്. ഒരു ബോംബിന് ഒരു വിമാനത്തിൻ്റെ ഭാരത്തേക്കാൾ കൂടുതലുണ്ട് എന്നുള്ളത്. അത്ര വലിയൊരു ബോംബാണ്.
അതേപോലെ 12ഓളം ബോംബുകൾ ഈ ഫോഡോയിൽ ഇട്ടു എന്നാണ് പറയുന്നത്. 2 ബോംബ് നദാൻസിലിട്ടു. പിന്നെ അതേസമയം അമേരിക്ക ഈ ടോമഹാക്ക് മിസൈലുകൾ വെച്ച് ഇസ്ഫഹാനിലും അടിച്ചു. പക്ഷെ അതിനു മുന്നേ തന്നെ ഇസ്രയേൽ അതെല്ലാം അടിച്ചൊരു പരുവാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇത് എത്രമാത്രം തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവസ്ഥ. ഫോഡോ സിവിയർലി ഡാമേജ് വിത്ത് മേജർ എബോവ് അണ്ടർഗ്രൗണ്ട് ഡിസ്റപ്ഷൻ സിവിയർലി സെറ്റ് ബാക്ക്. മിനിമം 2 വർഷത്തേക്ക് അത് പുറകോട്ട് പോയി എന്നാണ് ഇപ്പോൾ പറയുന്നത് ഫോഡോ. ഇപ്പോൾ 2 വർഷമേ പോയുള്ളൂ, അതിനാണോ ഇത്രയും ചെയ്തത്? നോക്കൂ, ഈ B-2 ബോംബർ എന്ന് പറയുന്ന വിമാനം 2 ബില്യനാണ്, 2 ബില്യണിലധികമാണ് ഒരു വിമാനത്തിൻ്റെ വില. അത് 7 വിമാനം അറ്റ്ലാന്റിക് ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നു, 6 വിമാനം തിരിച്ച് പസഫിക്കിലേക്ക് പറക്കുന്നു. അമേരിക്കയും റഷ്യയൊക്കെ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് കുറേ വിമാനങ്ങൾ ഇങ്ങോട്ട് പറക്കുന്നു. അതൊരു 4500 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വരുന്നു. ഈ വിമാനങ്ങൾ ഏതാണ്ട് 17,000 കിലോ, 14,000 മുതൽ 17,000 കിലോമീറ്റർ വന്ന് ഇറാനിൽ ബോംബിടുന്നു. 124 ഫൈറ്റേഴ്സാണ് അതിൻ്റെ കൂടെ. ഇങ്ങനെ വരികയാണ്. അമേരിക്കയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. എത്ര രൂപ ചിലവായി കാണും? കാര്യം 37 മണിക്കൂർ നിർത്താതെ പറക്കണം പൈലറ്റുകൾ. അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്ന് സുഷിരം ഇട്ടത്. ഈ ഫോഡോ എന്ന് പറയുന്ന ആ പർവ്വതത്തിൽ, ആ പാറയിൽ ഗ്രാനൈറ്റ് തുളച്ചാണ് കയറ്റിയത്. അപ്പോൾ ഫോഡോ 2 വർഷത്തേക്ക് പുറകോട്ട് പോയി. നദാൻസിലും ഇസ്ഫഹാനിലും പുറത്തുള്ള സാധനങ്ങളെല്ലാം അടിച്ചു കളഞ്ഞു. പക്ഷെ അകത്തുള്ള സാധനങ്ങൾ പോയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അത് മാസങ്ങൾ പുറകിൽ പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്ന റിപ്പോർട്ട്. ഇനി പക്ഷേ ഇതെല്ലാം തന്നെ റിവൈവ് ചെയ്യണമെങ്കിൽ ഇറാൻ അവിടെ ചെന്നിട്ട് വീണ്ടും ഇതെല്ലാം നോക്കണം, റിപ്പയർ വർക്ക് തുടങ്ങണം. അങ്ങനെ റിപ്പയർ വർക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അടിക്കും എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെ എന്തായാലും നിലപാട് തന്നെ. ഇപ്പോൾ ഫോഡോ ആയിരുന്നു ഇസ്രയേലിന് അടിക്കാൻ പറ്റാത്തത്. കാരണം അത്രയും താഴ്പ്പാനുള്ള JBU ഇസ്രയേലിൻ്റെ കയ്യിലില്ല. അങ്ങനെ ഒരു ബോംബ് ഉണ്ടായിരുന്നില്ല. അത് ഇടാനുള്ള ബോംബറും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ബാക്കിയൊക്കെ അവർ നോക്കും. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് അവസ്ഥ. എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1977 മുതൽ 83 വരെ അവിടെ ഭരിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, മനേച്ചിൻ ബെഗിൻ. പുള്ളി ബെൽറസുകാരനാണ്, പോളണ്ട്, ബെൽറസ് ആ ഒരു റീജിയനിലാണ്. പുള്ളി ഇസ്രയേലിൽ വന്നു, ഇസ്രയേലി പൗരനായി. അദ്ദേഹം 1981 ഓപ്പറേഷൻ ഒപ്പേറ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടത്തി. 1981 അതെന്താണെന്നറിയോ? അത് ഇറാഖ് ഒരു ന്യൂക്ലിയർ റിയാക്ടർ തുടങ്ങിയിട്ട് അവിടെ ബോംബുണ്ടാക്കാൻ പോകും. സദാം ഹുസൈൻ്റെ കാലഘട്ടം 1980 മുതൽ 89 വരെയാണ് ഇറാനും ഇറാഖുമായിട്ടുള്ള യുദ്ധം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ യുദ്ധമാണ്. യുദ്ധം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഇറാന് മനസ്സിലായി ഇറാഖ് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു. സദാം ഹുസൈനാണ്. ഇറാൻ എന്താണ് ചെയ്തതെന്നറിയാമോ? ഇറാൻ ഇന്ന് ആരുടെ ന്യൂക്ലിയർ സെൻറ്റേഴ്സ് ആണോ നശിപ്പിക്കാൻ അമേരിക്കയും ഇസ്രയേലും തുനിഞ്ഞത്, അതേ ഇറാൻ 1980 ഇറാഖിൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സ് ആക്രമിക്കുന്നു, റിയാക്ടർ ആക്രമിക്കുന്നു. അമേരിക്കയുടെ ഫാൻഡം വിമാനം വെച്ചൊക്കെയാണ് ആക്രമിച്ചത്. ആക്രമണം സക്സസ്ഫുൾ ആയതുമില്ല. പക്ഷെ ആക്രമിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇന്ന് ഇറാൻ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ സോവറിനിറ്റിയെ നിങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ പരമാധികാരത്തിന് നേരെ നടക്കുന്ന ആക്രമണമാണ്. പക്ഷേ 80 ആദ്യമായി ഈ മധ്യേഷ്യയിൽ നടക്കുന്ന ആക്രമണം, ന്യൂക്ലിയർ സൈറ്റിന് നേരെയുള്ള ആക്രമണം നടത്തുന്ന ഇറാനാണ്. അത് ഇറാൻ ഇറാഖ് യുദ്ധത്തിനിടയിലാണ്. അതായത് തുടങ്ങി ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇസ്രയേലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഏതാണ്ട് സംഗതി ഇതാണ്. ഇസ്രയേൽ 2024 ഏപ്രിലും 2024 ഒക്ടോബറിലും ഇറാനുമായിട്ട് ആക്രമണം ഉണ്ടാണ്. ഇറാൻ ഇങ്ങോട്ട് മിസൈലുകൾ വിടുന്നുണ്ട്. അവരുമായിട്ട് നിരന്തര യുദ്ധമാണ്. ഇറാൻ്റെ പ്രോക്സികളുമായിട്ട് യുദ്ധമാണ്. യുദ്ധം എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. അപ്പോൾ സെയിം കാര്യമാണ്. അന്ന് ഇറാനെ കൊണ്ട് വിജയിച്ചില്ല. ഇറാഖിൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സ് ആക്രമിച്ച് നശിപ്പിക്കാൻ ഇറാന് സാധിച്ചില്ല. 10 മാസത്തിന് ശേഷം ഇസ്രയേൽ അത് ചെയ്തു. ഇറാഖിന് സദാം ഹുസൈൻ്റെയിൽ ആണവായുധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഇസ്രയേൽ നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ഗൾഫ് യുദ്ധ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം,
കുവൈറ്റ് പിടിച്ചടക്കിയതിന് ശേഷം കുവൈറ്റിനെ മോചിപ്പിക്കാനായിട്ട് അമേരിക്കയും സഖ്യകക്ഷികളും വരുമ്പോൾ ഇറാഖ് അവരോടല്ല യുദ്ധം ചെയ്തത്. ഇറാഖ് നേരെ ചെയ്തത് എന്താണ്? ടെൽ അവീവിലേക്ക് സ്കഡ് മിസൈൽ അയക്കുകയായിരുന്നു. കാരണം ഇസ്രായേലിനെതിരെ മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ബാക്കി അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി തങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നായിരുന്നു സദാം ഹുസൈൻ്റെ ഒരു മോഹം. കാരണം എന്താണ്? റസൂലെ നിൻ വരവാലെ. അതായത് അമേരിക്കയാണ് യുദ്ധം ചെയ്യാൻ പറ്റുന്നത്, ഇസ്രായേൽ എവിടെയോ കിടക്കുകയാണ്. പക്ഷേ ഇദ്ദേഹം അമേരിക്കൻ സേനയ്ക്കെതിരെ അല്ല യുദ്ധം ചെയ്യുന്നത്. 10,500 കിലോമീറ്റർ അപ്പുറമുള്ള ഇസ്രയേലി നഗരങ്ങളിലേക്ക് സ്കഡ് വിടുകയാണ്. ഇന്നിപ്പോൾ നിങ്ങൾ ഇറാൻ്റെ മിസൈലുകളൊക്കെ പലയിടത്തും ഇസ്രയേലിൽ 10-30 അടുത്ത് വന്ന് വീണിട്ടുണ്ട്. അതിൽ 10-15 വളരെ ക്രിട്ടിക്കലായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. 29 പേര് മരിച്ചു. ഇതേപോലെ ആയിരുന്നു അന്ന് ഗൾഫ് യുദ്ധ കാലഘട്ടത്തിൽ സദാം ഹുസൈൻ്റെ സ്കഡ് മിസൈലുകളും ചെയ്തു. അന്നും മരണങ്ങളുണ്ടായി, നാശനഷ്ടങ്ങളുണ്ടായി. അവസാനം ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങളെ ആക്രമിക്കാൻ അനുവദിക്കണം. അമേരിക്ക പറഞ്ഞു, നിനക്ക് എന്ത് വേണമെങ്കിലും തരാം, നീ ഇതിനകത്ത് ഇറങ്ങണ്ട, നീ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ഒരുമിക്കും. കാരണം എന്താണ്? റസൂലെ നിൻ കനിയുവാൻ. ഇതാണ് അതിനകത്തെ വിഷയം. അന്ന് 1981 ഇറാഖിൻ്റെ ന്യൂക്ലിയർ സെൻറ്റേഴ്സ് ആക്രമിച്ച് അതിനുശേഷം വളരെ വലിയൊരു വിജയമായിരുന്നു. ഇസ്രായേൽ അതിൻ്റെ റിയാക്ടർ മുഴുവൻ അടിച്ചു തകർത്തു. മെഡിറ്ററേനിയനിലൂടെ ഇറങ്ങി തിരിഞ്ഞ് ലെബനൻ്റെ മേളിൽ കൂടെ പറന്ന് ടർക്കിഷ് ഏരിയയിലേക്ക് ചെന്ന് ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. അതിനുശേഷം മനേജിൻ ബെഗിൻ പറഞ്ഞു, On no account shall we permit an enemy to develop weapons of mass destruction against the people of Israel. ഇസ്രായേലിനെതിരെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, സർവനാശശേഷിയുള്ള ഒരു ആയുധം ഉണ്ടാക്കാൻ ഇവിടെയുള്ള ഒരു രാജ്യങ്ങളെ അനുവദിക്കാൻ പാടില്ല. കാരണം പരാജയപ്പെടുന്ന യുദ്ധം നമ്മളുടെ അവസാനത്തെ യുദ്ധമാണ്. We shall defend the citizens of Israel in good time with all means at our disposal. നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കണം. ആരെങ്കിലും ചുറ്റും വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ചെറിയ ബോംബൊന്നുമല്ല, അണുവായുധം പോലെയുള്ള ബോംബുകൾ ഉണ്ടാക്കിയാൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് അടിക്കണം എന്ന് മനേജിൻ ബെഗിൻ പറഞ്ഞു വെച്ചു. ഇന്ന് വരെ അതിനുശേഷമുള്ള എല്ലാ ഇസ്രായേൽ പ്രധാനമന്ത്രിമാരും ഈ ഒരു സിദ്ധാന്തം, ഈ ഒരു തത്വം പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈവൻ പാകിസ്ഥാന്റെ അണുവായുധത്തിനെതിരെ ഇസ്രായേൽ ആക്രമിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ നമ്മുടെ ഭരണകർത്താക്കൾ, ഗാന്ധിയന്മാരായ ഭരണകർത്താക്കൾ, അവർ പറഞ്ഞു ഇതൊക്കെ മോശമാണ്. അമേരിക്കയും സമ്മതിച്ചില്ല. അല്ലെ, ഇസ്രായേൽ ഒരു കൈ നോക്കുമായിരുന്നു. അന്ന് നോക്കിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സമീകരണം സാധ്യമാവില്ല. ഇന്നിപ്പോൾ ട്രംപൊക്കെ പറയുന്നത് എന്താണ്? രണ്ടുപേരെയും ന്യൂക്ലിയർ ഇതുണ്ട്, രണ്ടുപേരും തുല്യരാണ്, രണ്ടുപേരും ഗ്രേറ്റ് പീപ്പിളാണ്. എവിടെ നിന്ന്? സമാനതകളില്ലാത്ത രണ്ട് രാജ്യങ്ങൾ. വേറെ ഒരുപാട് സമാനതകളൊക്കെ ഉണ്ടാവും. പക്ഷേ യുദ്ധമികവിൻ്റെ കാര്യത്തിലും ആയുധത്തിൻ്റെ കാര്യത്തിലും കരുത്തിൻ്റെ കാര്യത്തിലും പുരോഗതിയുടെ കാര്യത്തിലും സമാനതകളില്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ഇതിനെ എല്ലാം സമാനമാക്കുന്നത് ഈ ന്യൂക്ലിയർ ആയുധങ്ങളാണ്. അത് തകർക്കാമെന്ന് ഒരിക്കൽ ഇസ്രായേൽ പറഞ്ഞതാണ്. ഇന്ത്യ പറഞ്ഞത് മോശമാണ്, അമേരിക്ക പറഞ്ഞതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു പകൽഗാമുകൾ. ഇസ്രായേലിൻ്റെ ന്യൂക്ലിയർ ആയുധം എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ് ആംബിഗ്വിറ്റിയാണ്, മനഃപൂർവ്വമായിട്ടുള്ള ആംബിഗസ്. ഉണ്ടെന്നും പറയില്ല, ഇല്ലെന്നും പറയില്ല. ഇടയ്ക്കൊരു സ്ലിപ്പ് ഓഫ് ടങ് ഒക്കെ വന്നിട്ടുണ്ട് നെതന്യാഹുവിന്. പക്ഷെ അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഏതാണ്ട് 90-ലധികം ന്യൂക്ലിയർ ആയുധങ്ങളുമായിട്ട് നിൽക്കുന്ന ഇസ്രായേൽ അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ചുണ്ടാക്കിയതാണ്. ഇസ്രായേൽ ഒരിക്കലും പറയില്ല, ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പറയില്ല. അതിന് ഡെലിബറേറ്റ് ആംബിഗ്വിറ്റി എന്നാണ് പറയുന്നത്. ഇസ്രായേൽ എപ്പോൾ അണുവായുധം ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് ഇത് സാംസൺസ് ഓപ്ഷൻ എന്നാണ് പറയുന്നത്. സാംസൺസ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസൺ ആൻഡ് ദലീലി എന്ന് പറഞ്ഞൊരു കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ബൈബിളിലുള്ള കഥയാണ്. സാംസന് ഭയങ്കര ശക്തിയാണ്. അവസാനം സാംസനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഫിലിസ്ത്യർ അവരൊരു ഗോപുരത്തിൽ ബന്ധിക്കും, തൂണിൽ ബന്ധിക്കും, ബ്ലൈൻഡ് ചെയ്യും. മുടിയിലായിരുന്നു ശക്തി, മുടിയെല്ലാം വെട്ടിക്കളെ. ഇപ്പം സാങ്ഷൻ അവിടെ ഇങ്ങനെ എടുക്കാം, കാമുകി വഞ്ചിച്ചതാണ്, തേച്ചതാണ്, ഇന്നത്തെ നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞു. അവസാനം കൊല്ലുമെന്നായപ്പോൾ, അവസാന നിമിഷങ്ങളായപ്പോൾ സാംസൺ എന്ത് ചെയ്തു? ഈ ദൈവത്തിൽ നിന്ന് പ്രത്യേക ശക്തി ഇരന്നു വാങ്ങിയിട്ട് ഈ അന്ധനായ സാംസൺ തന്നെ പിടിച്ചിരുന്ന ഗോപുരത്തിൻ്റെ തൂണുകൾ പിടിച്ചു കുലുക്കി
ആ എൻ്റെ ഗോപുരം തന്നെ നശിപ്പിച്ചു. തൻ്റെ പീഡനം കണ്ട് രസിച്ചവരും തന്നെ പീഡിപ്പിച്ചവരും എല്ലാവരും അതിൻ്റെ കീഴിലായി മൃതിയടഞ്ഞു. സാംസനും നശിച്ചു. ഇതാണ് സാംസൺ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ ന്യൂക്ലിയർ പോളിസി എന്ന് പറയുന്നത് ഇതാണ്. സെക്കൻഡ് സ്ട്രൈക്കാണ്. ആദ്യം സ്ട്രൈക്ക് ചെയ്യില്ല. ഇസ്രായേലിലേക്ക് അടുത്ത് കയറി ഇസ്രായേലിനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അന്നേരം മാത്രമാണ് ഈ ബട്ടൺ അമർത്തുക. അതാണ് സാങ്ഷൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഇസ്രായേലിനെ ഒരു ഭീഷണിയായിട്ട് ഇസ്രായേൽ അത് ഉപയോഗിക്കാതിരിക്കാൻ ഒരു കാര്യം ചെയ്താൽ ഇസ്രായേലിനെ ആക്രമിക്കാതിരുന്നാൽ മതി. പക്ഷെ അതേപോലെ അല്ല ഇറാൻ. അന്ന് ഇറാഖിന് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇറാഖ് എന്ത് ചെയ്യുമായിരുന്നെന്ന് ഊഹിക്കാൻ കഴിയും. കാര്യം സ്കഡ് മിസൈൽ വിട്ടവൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ഊഹിച്ചു നോക്കും. 1981 ഇസ്രായേൽ ഇറാഖിൻ്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ തകർത്തത് കൊണ്ടാണ് ഇസ്രായേൽ നിലനിന്നതെന്ന് പറയാൻ കഴിയും. കാരണം 91 ആദ്യത്തെ യുദ്ധത്തിൽ തന്നെ സ്കഡ് മിസൈൽ വിട്ടു. ഏതെങ്കിലും ഒരു മിസൈലിൻ്റെ അറ്റത്ത് ഇതൊന്ന് തേച്ച് വിട്ടാൽ പോരെ? ഇത് ചെയ്യാൻ സദാം ഹുസൈൻ ഒരു മടിയില്ല. ചെയ്തല്ലോ. മിസൈലായിരുന്നേ ഉള്ളൂ, ന്യൂക്ലിയർ ആയുധം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? 81 തീർത്തു. ഇങ്ങനെ തീർത്ത് ടിക്ക് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ട്, നെതന്യാഹു പണ്ടേ പറയുന്നുണ്ട് 15 ദിവസം അകലെയാണ്, 3 മാസം അകലെയാണ്, 1 വർഷം അകലെയാണെന്ന്. നിങ്ങൾ 11 വർഷമായിട്ട് 2 ആഴ്ച അകലെയാണ് അല്ലേ? 11 വർഷമായിട്ട് 15 വർഷമായിട്ട് 6 മാസം അകലെയാണ്. ഈ ചോദ്യം ചോദിച്ചവരെല്ലാം ടെലിവിഷൻ സ്റ്റുഡിയോകളിൽ വന്നിരുന്ന് അടുത്തിടെ പറയുന്നത് കേട്ടു. അമേരിക്കയുടെ ആക്രമണം കൊണ്ട് ഒരു ഗുണവും ഇല്ല, വെറുതെ പാറയിൽ നിന്ന് തുളവിട്ടിട്ട് പോയാണ്, പാറപ്പണി ചെയ്തിട്ട് പോയി, ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തു. ഇത് 2 ആഴ്ച കഴിഞ്ഞ് ഇറാൻ ആയുധം ഉണ്ടാക്കും, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ്, ഇത്രയും മാത്രമേ പിന്നോട്ട് പോയിട്ടുള്ളൂ. ഇവർ തന്നെയാണ് പറയുന്നത്. നെതന്യാഹുവിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ച 2 മാസം 1 വർഷം എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ പറയുകയാണ് അടിച്ചത് ശരിയായില്ല, 2 ആഴ്ച കഴിഞ്ഞുണ്ടാകും. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക എന്ന് മാത്രമേ നമുക്ക് അതിനകത്ത് പറയാനുള്ളൂ. സെയിം ആളുകൾ തന്നെയാണ് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ സ്കോർച്ച് സോഡ് എന്നായിരുന്നു എൻ്റെ പേര്. ഇറാൻ്റെ ആക്രമണം ഭാഗികമായിരുന്നു. അതിനുശേഷം ഇസ്രായേലാണത് തീർത്തത്. അതിനുശേഷം ഇസ്രായേൽ വീണ്ടും ആക്രമിക്കുന്നത് സിറിയയിലാണ്. ഓപ്പറേഷൻ ഓച്ചാഡ് എന്ന് പറയുന്നത് അത് 2007 അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ജോർജ് W. ബുഷിനെ അന്നത്തെ ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള യഹൂദ് ഓൾമർട്ട് പുള്ളി പോയി കണ്ട് കൺവിൻസ് ചെയ്യിച്ചു. ബുഷാണെങ്കിൽ ആകെ നനഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ബുഷ് പറഞ്ഞു, ഞങ്ങൾ ആക്രമിക്കില്ല, നിങ്ങൾ ആക്രമിക്കുന്നത് ഞങ്ങൾ എതിരി നിൽക്കുകയില്ലെന്ന്. ഇസ്രായേൽ പോലെ ആക്രമിക്കുന്നു. സിറിയയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. കാര്യം സിറിയ അവിടെ ഒരു ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കുന്നു. തീർച്ചയായിട്ടും അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന രീതി വെച്ച് നോക്കുമ്പം അത് ആയുധത്തിന് തന്നെയായിരുന്നു. അപ്പോൾ ആയുധത്തിന് വേണ്ടി എൻറിച്ച്മെൻറ്റ് നടത്തുന്നു അല്ലെങ്കിൽ പര്യവേഷണം നടത്തുന്നു എന്നുള്ളത് തുറന്നു പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. അങ്ങനെ ഇസ്രായേൽ പോയി അത് അടിച്ചു തകർക്കുന്നു. സിറിയ ഒന്നും മിണ്ടുന്നില്ല. സിറിയ പറഞ്ഞു, നിങ്ങൾ പുറത്തു പറയില്ല, ഞങ്ങളും പുറത്തു പറയില്ല. അതാണ് ഓപ്പറേഷൻ ഓച്ചാഡ്. അപ്പോൾ 2 എണ്ണമായി. ഇപ്പോൾ 3ാമതാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഇറാനിൽ. ഇറാഖ്, സിറിയ, ഇറാൻ 3 അടുത്തടുത്ത് കിടക്കും. അവിടെയുള്ള ന്യൂക്ലിയർ ആയുധങ്ങൾക്ക് നേരെ ഇസ്രായേൽ എന്തിനാണ് ഈ മഞ്ഞ കേക്ക് തകർക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ കാരണം ഇതാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ടൈറ്റിൽ ഇതാണ്, റസൂലെ നിൻ വരവാലെ ഇത് തകർത്തേ പറ്റുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അവർക്കവിടെ കഴിയാൻ പറ്റും. ഇത് യഹൂദ് ഓൾമർട്ടാണ്. ഓൾമർട്ട് നെതന്യാഹുവിൻ്റെ ഏറ്റവും വലിയൊരു ശത്രുവാണ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പുള്ളി പറയുന്നത് ഇപ്പോൾ ഗാസയിലെ യുദ്ധം അങ്ങ് തീർത്താൽ മതി. കാരണം എന്താണ്? ഹമാസ് ലീഡർഷിപ്പ് ഹാസ് ബീൻ ഡെസിമേറ്റഡ്, തീർന്നു കഴിഞ്ഞു. യഹ്യ സിൻവർ പോയി, മുഹമ്മദ് ദെയ്ഫ് പോയി, ഇസ്മയിൽ ഹനിയ പോയി, ടണൽ നെറ്റ്വർക്ക് മുഴുവൻ, കമാൻഡ് സ്ട്രക്ചർ മുഴുവൻ തകർന്നു കഴിഞ്ഞു. ഇനി എന്തിനാണ് യുദ്ധം തുടരുന്നത് എന്നൊക്കെ പറഞ്ഞ് നെതന്യാഹുവിനെ വൻതോതിൽ വിമർശിക്കുന്ന ആളാണ് ഈ യഹൂദ് ഓൾമർട്ട് എന്ന് പറയുന്ന പ്രധാനമന്ത്രി. 2006 നും 2009 ഇടയ്ക്ക് ഇദ്ദേഹം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് സിറിയ ആക്രമിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹമാണ് സിറിയയിലെ ന്യൂക്ലിയർ സൈറ്റ്സ് ബോംബിട്ടത്. ഇദ്ദേഹം നെതന്യാഹുവിനോട് പറയുന്നത് ഇറാനോട് കളിക്കരുത്, ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സ് ബോംബിടാൻ പറ്റില്ല, അത് ഒരുപാട് അടിയിലാണ്, അത് ഭയങ്കര പ്രശ്നമാണ്, ഇറാൻ
ഇങ്ങനെ നെതന്യാഹുവിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നെതന്യാഹു അത് ചെയ്തു. ഇറാൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ 75 ഇരട്ടി വലിപ്പമുള്ള രാജ്യമാണ്. 75 ടൈംസ് ലാർജർ. ഇത് ഞാൻ സ്കഡ് മിസൈലിൻ്റെ കാര്യമാണ്. വി ആർ ഗോയിങ് ടു അറ്റാക്ക് ഇറാഖ്, ഇസ്രായേൽ ടോൾഡ് ദ US മൂവ് യുവർ പ്ലെയിൻസ്. ഇത് സ്കഡ് മിസൈൽ വിട്ടപ്പോൾ ഇസ്രായേൽ US-ൻ്റെയൊക്കെ പറയുകയാണ് ഞങ്ങൾ ഇറാഖിനെ ആക്രമിക്കാൻ പോവുകയാണ്. അത് ഇങ്ങോട്ട് വിടുന്നു. എന്നാലും അമേരിക്ക പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പാട്രിയോട്ട് മിസൈൽ തരാം, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. അങ്ങനെയാണത് സോൾവ് ചെയ്ത ആ പ്രശ്നം. എന്നിട്ട് ഇസ്രായേലിന് നഷ്ടപരിഹാരം കൊടുത്തു. അവിടെ ഒരു യുദ്ധം ഒഴിവാക്കാനായിട്ട് അമേരിക്ക ചെയ്ത കാര്യമാണ്. ഇനി നമ്മളെ വിഷയത്തിലേക്ക് വരാം. റസൂലെ നിൻ വരവാലെ. ഞാൻ ഈ അടുത്തിടെ വായിച്ച വളരെ അടുത്തിടെ വായിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിലും മനുഷ്യൻ വംശഹത്യ നടത്തുന്നു എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഇത്രയും വലിയൊരു കൂട്ടക്കൊല ലൈവായി കണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മനുഷ്യരായി നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നത് അതിലേറെ അപമാനകരമാണ്, അപലപനീയമാണ്. സഹജീവികൾ യാതൊരുവിധ കാരണങ്ങളും കൂടാതെ കശാപ്പ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് ശബ്ദം ഉയർത്തുകയെങ്കിലും ചെയ്താൽ മാത്രമേ ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്ന് അവനവനെങ്കിലും ബോധ്യപ്പെടുത്താനാവും. ഇതൊരാളുടെ ഒരു പോസ്റ്റാണ്, ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ഊഹിക്കുന്നത്? ഇത് എന്തിനെക്കുറിച്ചാണ് ഇത് എഴുതിയത് എന്ന് എനിക്കൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു അദ്ദേഹത്തോട്. പക്ഷെ അത് 9 മണിക്കും 9:30 സമയമായതുകൊണ്ട് പുള്ളി ഇൻ്റർനെറ്റിൽ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയോടെ ഞാനത് ഉപേക്ഷിക്കാറ്. കാരണം ഞാനിത് കണ്ടത് 9 മണിക്കും 9:30 ഇത് കൂടുതൽ സ്പഷ്ടമായിട്ട് എങ്ങനെ എനിക്ക് പറയണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. നിങ്ങളിവിടെ കാണുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് സ്ട്രീമിംഗ് ആണ് ഉൾപ്പെടെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജനോസൈഡ് ഇൻ സിറിയ. ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു സീസ്വയറൊക്കെ അവിടെ ഉണ്ടായെന്ന് പറയുന്നത്. പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് നിങ്ങളിന്ന് രാവിലെ തൊട്ട് കാണുന്നുണ്ട് കൂട്ടക്കൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ അപമാനിക്കാമോ പീഡിപ്പിക്കാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പേര് കൊല്ലപ്പെട്ടു എന്നറിയില്ല. ഒരു 3 ദിവസത്തിന് മുന്നേ ഞാൻ ലൈവ് ചെയ്യുമ്പോൾ 600 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. വീടുകളിലെല്ലാം മേളിൽ ചെന്നിട്ട് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരെ വീടിൻ്റെ മേളിൽ നിന്ന് താഴോട്ട് ചാടാൻ പറയുകയാണ്. ഒരു രീതിയിൽ കൊല്ലുക, വെടിവെക്കൊന്നും വേണ്ടല്ലോ, ഉണ്ടലാപ്പിക്കുക, പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വന്നിട്ട് വെടിവെച്ച് കൊല്ലുന്നു. ഈ ഡ്രൂസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അതൊരു നൊമാഡിക് കമ്മ്യൂണിറ്റിയാണ്, നാടോടികൾ എന്ന് വേണേൽ പറയാം. പണ്ട്, ഇപ്പോൾ അന്ന് നാടോടികളൊന്നുമില്ല. അവർ ഇസ്ലാമിലെ ഒരു ഷിയ സെക്റ്റിൻ്റെ ഒരു അവാന്തര വിഭാഗമാണ്. പക്ഷേ ഷിയകളും പറയുന്നവർ മുസ്ലിം അല്ലെന്നാണ് പറയുന്നത്, സുന്നികളും പറയുന്നവർ മുസ്ലിം അല്ലെന്നാണ്. അവർ സ്വയം മുസ്ലിമായിട്ട് അടയാളപ്പെടുത്തുന്നുമില്ല. ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്നത് ഷഹാദ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അള്ളാഹു ആണ് ഏകദൈവം, അത് അവനല്ലാതെ വേറെ ആരുമില്ല, മുഹമ്മദാണ് പ്രവാചകൻ. ഇവരത് അംഗീകരിക്കുന്നില്ല. ഇവർ വേറെ പലതുമൊക്കെയാണ് പറയുന്നത്, ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി. പിന്നെ അതുപോലെ തന്നെ 5 നേരം നിസ്കാരം, സലാത്ത് അവർ അംഗീകരിക്കുന്നില്ല, അവരങ്ങനെ നിഷ്കർഷയോടെ ചെയ്യുന്നില്ല. ഹജ്ജ് അവർ നിഷ്കർഷയോടെ ചെയ്യുന്നില്ല. സക്കാത്ത് 2.5% വരുമാനത്തിൻ്റെ ഒബ്ലിഗേഷണറി ആയിട്ട് ചാരിറ്റി കൊടുക്കുക, അവർ അംഗീകരിക്കുന്നില്ല. റമദാൻ്റെ നോയമ്പ് 1 മാസം അവരെടുക്കുന്നില്ല. പിന്നെ അവരാകെ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവരൊരു തൗഹീദ് അംഗീകരിക്കുന്നുണ്ട്, ഏകദൈവ വിശ്വാസം, ഒരു ദൈവം ഒന്നേ ഉള്ളൂ. പിന്നെ അവർ സർക്കംസിഷൻ നടത്താറുണ്ട്, ലിംഗാഗ്രം ഛേദിച്ച് കളയുക. പിന്നെ അവരൊരു അറബ് വംശജരാണ്, അറബി ലാംഗ്വേജ് ഉപയോഗിക്കും. ഇതൊക്കെയാണ് അവർ ആകെയുള്ള ഒരു ഇസ്ലാമുമായിട്ടുള്ള ഒരു കണക്ഷൻ. ഇവരെയാണ് ശരിക്കും ഇപ്പോൾ കൊന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് 4 രാജ്യങ്ങളിലാണ് ഈ ജനോസൈഡിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഡ്രൂസ് ഉള്ളത്. ലബനനിലുണ്ട്, ഒരു 4 ലക്ഷം പേരുണ്ട്. ജോർഡനിൽ ഒരു 4 ലക്ഷം പേരുണ്ടാവും, 3-4 ലക്ഷം പേരുണ്ടാവും. ഇസ്രായേലിൽ ഒരു 1.5 ലക്ഷം പേരുണ്ട്. സിറിയയിൽ ഒരു 7 ലക്ഷം പേരുണ്ട്. എല്ലാം കൂടെ ഒരു
15 മുതൽ 20 ലക്ഷം ആളുകളേ ഉള്ളൂ. പക്ഷെ അവർ പറയുന്ന 50 ലക്ഷമൊക്കെ ഉണ്ടെന്നാണ്. പോട്ടെ, നമ്മളൊരു 20 ലക്ഷം എടുക്കുക. ഇവരൊരു ന്യൂനപക്ഷമാണ്. ഇസ്രായേലിലെ ന്യൂനപക്ഷമാണ്, സിറിയയിലെ ന്യൂനപക്ഷമാണ്, എല്ലായിടവും ന്യൂനപക്ഷമാണ്. പക്ഷേ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ അവർ ന്യൂനപക്ഷമാകുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, അവരുടെ വെരി പ്രസൻസ് ഇസ്ലാമിന് ഭയങ്കര, അല്ലെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷത്തിന് വലിയ ഇറിറ്റേറ്റിംഗ് ആണ്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചോളം ജിസയ എന്ന് പറയുന്ന ഒരു നികുതിയുണ്ട്. അതായത് പീപ്പിൾ ഓഫ് ബുക്ക്, ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ്, അവരെ അക്കോമഡേറ്റ് ചെയ്യും. അവരൊരു നികുതി കൊടുത്താൽ മതി, സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യും. പക്ഷേ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ലൈക്ക് ഡ്രൂസ്, യസീദി, അതേപോലെയുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്, കുർദുകൾ, ഇവരിൽ പലരും സുന്നി മുസ്ലിംസ് ആയിരിക്കും, എന്നാൽ പോലും ഇവർക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും അവരെ ഉച്ചാടനം ചെയ്യുക എന്നുള്ളതാണ്. സിറിയയിൽ ഇപ്പോൾ ഭരിക്കുന്നത് ഒരു പഴയ അൽഖ്വയ്ദക്കാരനാണ്, അൽ ജൊലാനി, അല്ലെങ്കിൽ മുഹമ്മദ് അഹമ്മദ് അൽ ഷാര എന്നാണ് പേര്. പുള്ളി IS-ൽ നിന്ന് വന്ന്, അൽഖ്വയ്ദയിൽ നിന്ന് വന്ന് IS-ൽ നിന്ന് വന്ന് സ്വന്തമായിട്ടൊരു സംഗതി ഉണ്ടാക്കി, അൽ നുസ്ര എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാക്കി. ഇപ്പോൾ പുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പുള്ളി പറയുന്നത് സിറിയയുടെ പ്രസിഡന്റ് പുള്ളിയാണ്, എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഇവിടെ അവകാശമുണ്ട്, എല്ലാവരെയും ഞാൻ അംഗീകരിക്കും, എല്ലാവരെയും പ്രൊട്ടക്ഷൻ എൻ്റെ കയ്യിലാണ് എന്നൊക്കെ പറഞ്ഞൊരു 4 വർഷത്തേക്ക് താൽക്കാലിക പ്രസിഡൻ്റായിട്ട് ഇരിക്കുകയാണ് പുള്ളി. പക്ഷേ കഴിഞ്ഞ ഒരു 4 മാസത്തിന് മുമ്പ് മാർച്ച് മാസം സിറിയയിൽ പലായനം ചെയ്ത ഒരു ഏകാധിപതിയുണ്ട്, ബാഷർ അസദ് എന്ന് പറയും. പുള്ളിയുടെ വിഭാഗമാണ് സിറിയ ഭരിക്കുന്നത്. അവരൊരു 12% ഉള്ളൂ സിറിയയിൽ. അലവൈറ്റ്സ് എന്ന് പറയും, അതൊരു ന്യൂനപക്ഷമാണ്, അവരൊരു ഷിയ ന്യൂനപക്ഷമാണ്. പക്ഷേ സിറിയ എന്ന് പറയുന്നത് 82% സുന്നികളാണ്. അവിടെയാണ് ഈ 11-12% ഈ ആസദുമാർ ഭരിച്ചുകൊണ്ടിരുന്നത്, ഏകാധിപതികളായതുകൊണ്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. ഒരു മതപരമായ നിഷ്കർഷയോ അല്ലെങ്കിൽ അത്ര വലിയ കമ്പൽഷനൊന്നും അവർക്കില്ല, ഒരുമാതിരി ഒരു സെക്കുലർ. അവരെ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ അൽഖ്വയ്ദക്കാരൻ കയറിയിരിക്കുന്നത്. അമേരിക്ക $10 മില്യൺ തലയ്ക്ക് വില പറഞ്ഞ ആളാണ് സിറിയയുടെ പ്രസിഡന്റ്. അമേരിക്ക അതൊക്കെ മായ്ച്ചു കൊടുത്തു. ഈ അടുത്തിടെ കിങ് സൽമാനെ കാണാനായിട്ട്, അല്ലെങ്കിൽ പ്രിൻസ് സൽമാനെ കാണാനായിട്ട് വന്നപ്പോൾ സൗദി അറേബ്യ വെച്ച് ട്രംപ് ഈ അൽഷാരെ വിളിച്ചു വരുത്തി കൈയൊക്കെ കൊടുത്തു. കുഴപ്പമില്ല. അതുപോലെ തന്നെ സിറിയക്കെതിരെയുള്ള സാങ്ഷൻസ് ഒക്കെ മാറ്റി. പക്ഷേ എന്താണ് അവിടെ നടക്കുന്നത്? കഴിഞ്ഞ മാർച്ചിൽ അലവൈറ്റുകളെ കൊന്നു. അലവൈറ്റുകളുടെ ഗ്രാമത്തിലേക്ക് ഈ അൽഷാരയുടെ സൈന്യം, സിറിയൻ സൈന്യം കയറി ആക്രമിച്ചു. 1700 പേരാണ് കൊല്ലപ്പെട്ടത്. ഭൂരിപക്ഷവും ഈ അലവൈറ്റുകളാണ്. നിങ്ങൾ കാണണം, അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. 2-3 ദിവസം കൊണ്ട് 1000-ലധികം ആളുകളെ കൊല്ലുകയാണ്. ആളുകളോട് പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറയുന്നു. നായയുടെ കണക്ക് നടത്തിക്കുകയാണ്, റോഡിലൂടെ നടത്തിച്ച് അവസാനം പുറകിൽ നിന്ന് വെടിവെച്ച് കൊല്ലുന്നു. ഈ റോഡ് സൈഡിലെല്ലാം കുന്നുകൂട്ടിയിരിക്കുക, നമ്മളിലെ എന്താ പറയുക, കൂർക്കയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കു. ഈ മാർച്ച് മാസം നടന്നാണ് സിറിയയിൽ. നിങ്ങളിങ്ങനൊരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതികരണം കണ്ടോ? ഈ 21-ാം നൂറ്റാണ്ടിലും മനുഷ്യർ വംശഹത്യ നടത്തുന്നു എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഇത്രയും വലിയൊരു കൂട്ടക്കൊല ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ മനുഷ്യരായി നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നത് അതിലേറെ അപമാനകരമാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സംഗതി ഇവിടെ കേട്ടിരുന്നോ? അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം തന്നെ നിങ്ങൾ അറിഞ്ഞിരുന്നോ? 1700 ഇത് വംശഹത്യയാണെന്ന് വെച്ചാൽ വംശഹത്യയാണ്. അലവൈറ്റ് ആണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരാളെ പിടിക്കുന്നു, നീ അലവൈറ്റ് ആണോ? ആണ്. യെസ് മീൻസ് ഡെത്ത്. അതാണ് ഇത്. ഞാൻ അലവൈറ്റുകളുടെ കാര്യം പറഞ്ഞു. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഡ്രൂസുകൾക്കെതിരെയുള്ള ആക്രമണം. കുറെ പേരെ നോക്കൂ, അവരുടെ താടിയും മുടിയും വടിക്കുകയാണ് പോയി. സിറിയയുടെ ആർമി എന്ന് നമ്മുടെ മലയാള ഭാഷ പറഞ്ഞ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുക. മീശ പിഴുതെടുക്കുകയാണ്. നിങ്ങളിവിടെ കാണുന്നത് ഒരു പുരോഹിതനാണ്, ഡ്രൂസ് പുരോഹിതനാണ്. പുള്ളി 80 വയസ്സുണ്ട്. പുള്ളി ഈ മതപ്രഭാഷണമൊക്കെ നടത്തുന്ന ഒരു ആളാണ്. പുള്ളിയെ പിടിച്ചുകൊണ്ടിരുത്തിയിട്ട് പുള്ളിയുടെ ഇതെല്ലാം പിഴുതിട്ട് ബാക്കിയെല്ലാം ഇത് ചെയ്തു. പുള്ളിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരികയാണ്. അപമാനം, ഭയം, പബ്ലിക് ഹ്യൂമിലിയേഷൻ.
ഒരു ഡ്രൂസ് പുരോഹിതനായതുകൊണ്ട് നേരിടേണ്ടി വന്നതാണ്. ഒരു സംഘർഷം അവിടെ നിലവിലില്ല. പുള്ളി എന്നിട്ട് കയറി മുറിയടച്ചു, പിന്നെ പുറത്ത് വന്നിട്ടില്ല. പുള്ളി മരിച്ചു എന്നാണ് പിന്നെ വാർത്ത വന്നത്. കൊന്നതാണോ പുള്ളി ആത്മഹത്യ ചെയ്താണോ എന്ന് അറിയില്ല. ഇതേപോലെ ഓരോ മനുഷ്യരെയും പിടിച്ച്, ഡ്രൂസ് ആയിട്ടുള്ള ആളുകളെ പിടിച്ച് അവരുടെ മീശ നിർബന്ധമായിട്ട് ഷേവ് ചെയ്ത് കളയും. എന്നിട്ട് തലക്കടിച്ച് കൊല്ലും. ഇത് നമ്മൾ വിചാരിക്കും ഷേവ് ചെയ്ത് പോട്ടെ, നമുക്ക് ഷേവിങ് കൂലി ലാഭിച്ചു എന്നൊന്നും കരുതരുത്. അതിനുശേഷം കൊല്ലുകയാണ്. ഇതേ ഞാൻ 3-4 പേരുടെ പടം വെച്ചിരിക്കും. ഇവന്മാരിങ്ങനെ ഡാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിലൊരു വാക്കുണ്ടായി, CH തുടങ്ങും. എന്താണ് നിങ്ങൾ ആലോചിച്ചു? ഭീകരവാദികൾ ഒരുപക്ഷെ ഒരു പണി ചെയ്യുന്ന ആദ്യമായിട്ടായിരിക്കും. എന്തിനാണ് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ സിറിയയിൽ ഇങ്ങനെ കൂട്ടക്കൊല നടത്തുന്നത്? ഇത് കണ്ടിട്ട് ഏതെങ്കിലും 9 മണി മുതൽ 9:30 വരെ ഉള്ളവൻ, വ്രതം എടുത്തവൻ ഈ 21-ാം നൂറ്റാണ്ടിലും മനുഷ്യർ വംശഹത്യ നടത്തുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നടക്കാണ്. എവിടാന്ന് ചോദിച്ചതാ, ഒന്ന് ഓൺ ചെയ്താൽ മതി. എന്തിനാണ് ഡ്രൂസിനെ കൊല്ലുന്നത്? ഡ്രൂസ് ആയതുകൊണ്ട്. എന്തിനാണ് അലവൈറ്റ്സിനെ കൊല്ലുന്നത്? അലവൈറ്റ്സ് ആയതുകൊണ്ട്. എവിടെയാണ് നടക്കുന്നത്? സിറിയയിലാണ്. ടെലിവിഷനിലുണ്ടോ? ഉണ്ട്. സോഷ്യൽ മീഡിയയിലുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ കണ്ണിൽ ഇതൊന്നും പെടുന്നില്ലേ? അതാണ് ഒരു പ്രശ്നം. കാരണം ഗാസയിൽ ഇസ്രായേലിന്റെ ബോംബിങ്ങിൽ ഒരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു 10,55,000 56,000 പേര് കൊല്ലപ്പെട്ടു എന്നാണ് അവരുടെ കണക്ക്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഹോസ്റ്റേഴ്സിനെ എപ്പോഴും പിടിച്ചു വെച്ചിരിക്കുകയാണ്. 50ഓളം പേരെ ഉണ്ട്. 20 പേർക്ക് ജീവനുണ്ട്, ബാക്കി എല്ലാം ജഡമാണ്. ഈ ജഡമോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന ആളുകളെ ഒന്ന് വിട്ടുകൊടുക്കൂ എന്ന് വെറുതെയെങ്കിലും, അമർ കേൾക്കാനൊന്നും പോകുന്നില്ല, ഈ പറയുന്ന ആരെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്? നമ്മളുടെ നിലപാട് ഇതാണ്. ഈ യുദ്ധം എന്ന് പറയുന്നത് കലാമിറ്റീസ് ആണ്, നാശമാണ്, കെടുതിയാണ്. അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കും. ഈ കുട്ടികളുടെയും സ്ത്രീകളെയും, എല്ലായിടത്തും കുട്ടികളും സ്ത്രീകളുമാണ്. ഈ അലവൈറ്റ്സിനും കുട്ടികളും സ്ത്രീകൾ തന്നെയാണ്, ഡ്രൂസിനും അങ്ങനെ തന്നെയാണ്, ഗാസയിലും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം തന്നെ തിന്മയാണ്, കെടുതിയാണ്, നിർത്തണം എന്നുള്ളതാണ് മാനവികമായ വാദം. ഗാസയിലെ സംഘർഷം നിർത്താൻ എന്താ വേണ്ടത്? ഒരു കാര്യം എങ്ങനെയാണ് നിർത്തുന്നത്? നിങ്ങളൊരു എഞ്ചിൻ ഓൺ ചെയ്തു, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഓന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതെങ്ങനെ നിർത്തും? എന്താണോ തുടങ്ങിയത്, എന്താണോ കാരണം, ആ കാരണം ഇല്ലാതാക്കുക. ആ സ്വിച്ച് പോയി ഓഫ് ചെയ്യടാ. എന്തായിരുന്നു ഇതിന് കാരണം? ഒക്ടോബർ 7 1200 പേരുടെ കെടുതി, കൊലപാതകം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ സംസാരിച്ചാണ്. ഇപ്പോഴും നീളുന്നു. ആളുകളെ മുടിക്കൊക്കെ വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ്. റേപ്പ് ചെയ്യുന്നു. പുരുഷന്മാരെ കൊണ്ട് റേപ്പ് ചെയ്യിക്കുന്നു. സ്ത്രീകളെ പുരുഷന്മാരെ കൊണ്ട് റേപ്പ് ചെയ്യിക്കുന്നു. കൊച്ചുകുട്ടികളെ 6 മാസം 12 മാസം പ്രായമുള്ള കുട്ടികളെ വരെ കൊണ്ടുപോകുന്നു. ശവങ്ങൾ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. ശവങ്ങൾ വെച്ച് വില വെച്ചുകയാണ്. ശവങ്ങൾക്ക് പകരം ആളിനെ കൊടുക്കണം. ഈ 2 വർഷമായിട്ട് ശവങ്ങളുമായിട്ട് ഇരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. നേരിട്ട് യുദ്ധം ചെയ്യില്ല, ഒളിച്ചിരിക്കും. ഹോസ്പിറ്റലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കും, സ്കൂളിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കും, UN കേന്ദ്രങ്ങളുടെ അടിയിൽ ഒളിച്ചിരിക്കും. അപ്പോൾ ഇവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ കൊളാറ്ററൽ ഡാമേജ് ആയിട്ട് മനുഷ്യർ മരിക്കും. അതൊരിക്കലും ഇസ്രായേലിന് ഒരിക്കലും ഗുണകരമല്ല. ഇസ്രായേലിന് ഒരിക്കലും ഗുണകരമല്ലല്ലോ. ഇവർ പറയുന്നത് ഇസ്രായേൽ ജനോസൈഡ് നടത്തുന്നതാണ്. ഇസ്രായേലിൽ തന്നെ 20% മുസ്ലിങ്ങളാണുള്ളത്, അറബ് മുസ്ലിങ്ങളാണ്. അവരവരുടെ പാർലമെന്റിലുണ്ട്, ജുഡീഷ്യറിലുണ്ട്, അവർ സൈന്യത്തിലുണ്ട്. ജനോസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ കൊല്ലുക എന്നല്ലേ? അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ വേറെ രാജ്യങ്ങളിൽ ചെയ്യേണ്ടതല്ലേ? ഇനി ഗാസയിൽ തന്നെ ജനോസൈഡ് നടത്തുക എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് ഏതാനും ബോംബുകളുടെ ആവശ്യമുള്ളൂ. അവിടെയുള്ള മുഴുവൻ ആളുകളെ കൊല്ലുകയാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ. ഇനി മാത്രമല്ല, എങ്ങനെയാണ് ഈ ഗാസയിലുള്ള ആളുകളെ മുഴുവൻ കൊല്ലുക? കാരണം ദേ ആർ ബേസിക്കലി ദേ ആർ മുസ്ലിംസ്. 57 മുസ്ലിം രാജ്യങ്ങളുണ്ട്. ലോകത്തെ നമ്പർ 2 റിലീജിയനാണ്. അപ്പോൾ ആ റിലീജിയനെ നിങ്ങൾ എങ്ങനെയാണ് നിഷ്കാസനം ചെയ്യുന്നത് ഈ ലോകത്തുനിന്ന്? അങ്ങനെ ഒരു ലക്ഷ്യമേ ആർക്കും ഉണ്ടാകാൻ സാധ്യമല്ല. അങ്ങനെ ലക്ഷ്യം നടക്കൂല്ല. ഇസ്രായേലിന്റെ ലക്ഷ്യം അതുമല്ല. ഇത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്നിട്ട് അവർ പറയുന്നു ജനോസൈഡ്. പക്ഷെ ഇത് ജനോസൈഡ് തന്നെയാണ്. ഡ്രൂസിനെ നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അലവൈറ്റ്സിനെ തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം.
വേറെ ഒരു കാരണവുമില്ല, അതിർത്തി തർക്കമോ ഒന്നുമില്ല. ഇത് ഇസ്രായേൽ എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഈ ഡ്രൂസിനെ ആക്രമിക്കുന്നത് ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വായിക്കുന്ന ഒരു പ്രസ്താവന, നോ വൺ വിൽ ട്രസ്റ്റ് ഇസ്രായേൽ എനിമോർ, ഇസ്രായേലിനെ ഇനി ആരും വിശ്വസിക്കില്ല. സിറിയസ് കുർദ് വാച്ച് ഡ്രൂസ് മാസക്കർ വിത്ത് ഗ്രോയിങ് അലാം. അതായത് 13-ാം തീയതിയാണ് ഈ ഡ്രൂസിനെതിരെയുള്ള ആക്രമണം തുടങ്ങുന്നത്. 11-ാം തീയതി അതൊരു ഡ്രൂസ് വ്യാപാരി ഹൈവേയിലൂടെ പോകുമ്പോൾ അയാളെ ബദൂവിൻ എന്ന് പറയുന്ന ഒരു ട്രൈബ്, അതൊരു സുന്നി മുസ്ലിം ട്രൈബാണ്, അവരെ ആക്രമിക്കുന്നു. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും കൊള്ളയടിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഡ്രൂസ് തിരിച്ചടിക്കുന്നു. അപ്പോൾ ബദൂവിനും ഡ്രൂസും തമ്മിലുള്ള ഇതാവുന്നു. ബദൂൻ ആക്ച്വലി സുന്നി മുസ്ലിംസ് ആണ്, അവർ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നവർ. അപ്പം ഈ ഡ്രൂസിനിടയിൽ അവരുടെ ഇടയിൽ കുറച്ച് ചെറുപ്പക്കാർ, ആയുധങ്ങൾ എന്തിയ ചെറുപ്പക്കാരുണ്ട്, മിലീഷ്യ. കാര്യം അവർ സ്വയം സംരക്ഷണത്തിന് എപ്പോഴാണ് ഈ അൽഷാര വരുന്നതെന്ന് കാത്തിരിക്കാറ്. അപ്പോൾ സംഘർഷം മൂർച്ഛിക്കുമ്പോൾ ഈ അൽഷാര സ്വന്തം സൈന്യത്തെ അങ്ങോട്ട് വിടുന്നു. സ്വന്തം സൈന്യം ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? സിറിയൻ സൈന്യം, അത് HTS എന്ന് പറയുന്ന ഒന്ന്, അവർ പോയിട്ട് ഈ പരിപാടി തുടങ്ങുന്നു. ആദ്യം ആളുകളെ ഷേവ് ചെയ്യുന്നു, മുടിക്ക് പിഴുതെടുക്കുന്നു, വെടിവെച്ച് കൊല്ലുന്നു, വലിച്ചഴയ്ക്കുന്നു, വീട് കൊള്ളയടിക്കുന്നു, വീടിൻ്റെ മേളിൽ നിന്ന് തള്ളിയിടുന്നു, നമ്പർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിനെതിരെ ആരോപണം ഉയർന്നു. ഇസ്രായേലിലെ ഡ്രൂസ് കമ്മ്യൂണിറ്റി പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ സൈന്യത്തിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങളോടൊപ്പം ഉണ്ട്, എന്നിട്ട് ഞങ്ങളുടെ സഹോദരന്മാരാണ് അവിടെ കൊല്ലപ്പെടുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിച്ചു. എന്നിട്ട് ഇസ്രായേലിലുള്ള ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി ആ ബോർഡറിലുള്ള കമ്പിവലയും തകർത്തുകൊണ്ട് സിറിയയിലേക്ക് പോവുകയാണ്. അതായത് സ്വന്തം സഹോദരൻ, ഇത് ഒരു വലിയൊരു ട്രൈബലാണ്, അവിടുത്തെ ഡ്രൂസും ഇവിടുത്തെ ഡ്രൂസും. അവർക്ക് ഒരു രാജ്യത്ത് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇസ്രായേലിൽ നെതന്യാഹു എന്ന് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പോകരുത്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ അവർ പിടിക്കാൻ സാധ്യതയുണ്ട്, പിന്നെ വീണ്ടും ഹോസ്റ്റേജ്, ബന്ദി, ഇതിനൊക്കെ സാധ്യതയുണ്ട്, കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അവർ കേട്ടില്ല. അവർ ഇസ്രായേലി സൈന്യത്തിനെതിരെ തന്നെ പറഞ്ഞു, ഞങ്ങളെ അവിടെ വിടണം, ഞങ്ങളുടെ സഹോദരന്മാരെ അവിടെ കൊല്ലുന്നു എന്ന് പറഞ്ഞവർ ഈ ഗേറ്റ് കടന്ന് കമ്പിവേലി തകർത്ത് സിറിയയിലേക്ക് പോവാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ സിറ്റിസൺ അവിടെ ആയിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇസ്രായേൽ ഇടപെട്ടേ വെക്കൂ. ഇസ്രായേൽ ഇടപെട്ടതാണ് നിങ്ങൾ കാണുന്നത്. ഇസ്രായേൽ ഇടപെട്ടു, മാസീവായിട്ടുള്ള ബോംബിങ് നടത്തി, 100-ലേറെ സ്ഥലങ്ങളിൽ ബോംബിങ് നടത്തി. ഈ ടെലിവിഷൻ, ഇതാണ് നമ്മൾ ആകെ കാണുന്നത്. ഇറാനിൽ കണ്ടല്ലോ, ഒരു ടെലിവിഷൻ ചാനലിൽ വാർത്ത വായിച്ചുകൊണ്ടിരുന്നു, സഹർ ഇമാമി എന്ന് പറയുന്നത്. അത് ജൂൺ 16, 2025. ഇത് ജൂലൈ 16, 2021 സിറിയയിൽ ഇതേപോലെ സിറിയൻ ടെലിവിഷനിലെ ഒരു ആങ്കർ ഇറങ്ങി ഓടുന്നതാണ്. അപ്പുറത്ത് ബോംബ് വീഴുന്നു, ഇസ്രായേലിൻ്റെ ബോംബുകളാണ്. മരണം അധികമൊന്നും ഉണ്ടായില്ല, പക്ഷേ മാസീവായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായി. സീസ് ഫയറിന് ഇവർ പ്രേരിതമായി. പക്ഷേ ഈ സീസ് ഫയർ ഇപ്പം നിലനിൽക്കുമ്പോഴും ഇപ്പോഴും കൊലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡ്രൂസ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്ത് ഓൺ ചെയ്ത് നോക്കൂ, എത്ര ഭീകരമാണ്. ഇന്ന് എൻ്റെ വൈഫ് പോലും ഇതൊക്കെ കാണിച്ചത്, എവിടെ ഇത് എന്തുവാ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയും ഇങ്ങനെയാണ്. അവരൊന്നും അറിയില്ല, ഇതിനെക്കുറിച്ചൊരു വിഷയം പോലും അറിയില്ല. പക്ഷേ ഇതേ കണക്കുള്ള ക്ലിപ്പിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, കൂട്ടക്കൊല. പക്ഷേ ഈ 9:30-ക്കാർ 9 മണി മുതൽ 9:30 വരെ എന്ന് പറയുന്നവർക്ക് ഇതൊന്നും കാണാൻ കണ്ണില്ല. ഇതാണ് അലവൈറ്റ്സിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ്. ആർ യു അലവൈറ്റ്? എ യെസ് മെന്റ് ഡെത്ത്. അടുപ്പിച്ച് 2 വംശഹത്യകൾ സിറിയയിൽ കഴിഞ്ഞ 6 മാസങ്ങളിൽ നടന്നിരിക്കുന്നു. ഇതൊന്നും നമ്മൾ പറയുന്നില്ല. യമനിലെ കുട്ടികൾ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച്, അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നതിനെ കുറിച്ച്, ഇറാനിലെ സ്ത്രീകൾ കൊല്ലപ്പെടുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പ്രതികരിക്കണം, പ്രതികരിക്കേണ്ടതാണ്. നിങ്ങളാരും പ്രതികരിക്കാറില്ല. ഇതൊന്നും മനുഷ്യാവകാശ ധ്വംസനവും വംശഹത്യയും ഒന്നും അല്ലെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ പ്യുവറായിട്ട് ന്യൂനപക്ഷ വിരുദ്ധത, പ്യുവറായിട്ടുള്ള വംശഹത്യ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചുമ്മാ ഒരു മുദ്രാവാക്യമെങ്കിലും ഒരു പോസ്റ്റെങ്കിലും എഴുതും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? സംതിങ് ഈസ് റോങ്. ഈ ജനോസൈഡ് എന്ന് പറയുന്നൊരു വാക്ക്, വംശഹത്യ എന്നാണ് പറയുന്നത്. ഇസ്രായേൽ ഗാസയിൽ ചെയ്യുന്ന വംശഹത്യയാണ്, ഇത് ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ജനോസൈഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ല. ഇത് വംശഹത്യയിൽ ഏതെങ്കിലും വംശത്തെ ഉച്ചാടനം ചെയ്യാനായിട്ട് ഒരു ആർമി നടത്തുന്ന നീക്കമല്ല. അത് സിറിയയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്, കഴിഞ്ഞ ഏപ്രിലിൽ നടന്നിരുന്നു, ഇനിയും നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടുത്തെ കുർദുകളൊക്കെ പറയുന്നത് ഇസ്രായേലിനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഇസ്രായേൽ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയിട്ട് പോയി, വീണ്ടും ഇപ്പോൾ ഞങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഇസ്രായേലിൻ്റെ ആർമി അവിടെ ഇറങ്ങണമെന്നാണ് ഇവർ പറയുന്നത്. കുർദുകൾ അടുത്ത അടി കാത്തിരിക്കുന്നവരവിടെ. കുർദ്, അലവൈറ്റ്, യസീദി, ഡ്രൂസ്, ഈ 4 വിഭാഗങ്ങളും അവിടുത്തെ സുന്നി ഭൂരിപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യരാണ്. ഒരു കാര്യമില്ല, അവര് ഭൂരിപക്ഷ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അബ്സല്യൂട്ടിസത്തിൽ വിശ്വസിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അവരെല്ലാം ഹെററ്റിക്കാണ്, അവർക്ക് വേറെ ആരാധനയൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞാൽ മുഹമ്മദിനെ അങ്ങനെ അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം കൊല്ലുക. ഇപ്പം ഈ 21st സെഞ്ചുറി നടക്കുകയാണ്. ഇത് ഒരു അമേരിക്കൻ വെറ്ററൻ സൈനികനുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ. ഞാനത് എടുക്കാൻ കാരണം, പുള്ളിയോടുള്ള ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, ഈ ജനോസൈഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, ജസ്റ്റ് ബിക്കോസ് സമ്മൺ ഈസ് ദ അണ്ടർഡോഗ് ഡസൻ മീൻ ദാറ്റ് ദേ ആർ റൈറ്റ്. ഒരു പോരാട്ടത്തിൽ അണ്ടർഡോഗ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ശക്തിയുള്ള ആളാകുക എന്നുള്ളത് കൊണ്ട് അയാൾ ശരിയാണ് എന്ന അർത്ഥമില്ല. നിങ്ങൾ ഒരു കൊച്ചുകുട്ടിയായിട്ട് യുദ്ധം ചെയ്തു, ഇപ്പം നമ്മൾ പറഞ്ഞോളാം, ഒരു ലോറിക്കാരനും ഓട്ടോക്കാരനുമായിട്ട് ഇടിക്കുന്നു. നമ്മൾ ചെന്നിട്ട് ലോറിക്കാരനെ അടിക്കും. കാരണം എന്താണ്? ഓട്ടോ ചെറുതാണ്, ലോറി വലുതാണ്. പക്ഷേ ഓട്ടോക്കാരൻ എജ്ജാതി മര്യാദയോടാണ് അവിടെ കാണിച്ചതെന്ന് നമ്മൾ ചിലപ്പോൾ CCTVയിലൂടെ ആയിരിക്കും കാണുന്നത്. പക്ഷേ നമ്മൾ അടി പറ്റിച്ചിരിക്കും. കാരണം എന്താണ്? നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ചെറുത് ശരിയാണ്, വലുതാണെങ്കിൽ അങ്ങനെ. ആലോചിച്ചു, നമ്മുടെ ഒരു അന്ധവിശ്വാസമാണത്. സമ്പത്തുള്ളവൻ നല്ലൊരു കാറിലൊക്കെ ഓടിച്ചിങ്ങനെ പോകുന്നു, പുറകെ ഒരുത്തൻ പോകുന്നു സൈക്കിളുകാരൻ കൊണ്ടുവന്ന് വട്ടം വെച്ചായിരിക്കും. പക്ഷേ നമ്മൾ മറ്റവനെ ചീത്ത പറഞ്ഞ് കണ്ണു മുടിക്കും, അവൻ്റെ കണ്ണാടി ചില്ല് അടിച്ചോടിക്കും, ഇറങ്ങടാ ഡാഷ എന്ന് പറയും. ഇത് എവിടുത്തെ നിയമമാണിത്? പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യും. നമ്മളെ എസൻസ് അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സാമ്പത്തിക അന്ധവിശ്വാസങ്ങൾ കയറി പിടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. നീതി നടപ്പിലാക്കുക അല്ല അവിടെ ചെയ്യുന്നത്. നിങ്ങൾ മജോറിറ്റേറിയനിസം, നിങ്ങളുടെ അന്ധവിശ്വാസമാണ് നിങ്ങൾ അവിടെ നടപ്പിലാക്കുന്നത്. അങ്ങനെയാണ് ഈ ഓട്ടോക്കാരനും ലോറിക്കാരനുമായിട്ടുള്ള ഇടിയിൽ ഓട്ടോക്കാരനാണ് ശരി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഒരു സമ്പന്നനും സമ്പത്ത് കുറഞ്ഞവനും തമ്മിലുള്ള ഒരു സംഘർഷത്തിൽ എപ്പോഴും സമ്പത്തുള്ളവൻ തെറ്റാണ്, അവന് ശിക്ഷിക്കപ്പെടണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. അത് നീതിയല്ല, നീതിബോധവുമല്ല. ശരി എവിടെയാണെന്ന് കണ്ടെത്താൻ നമ്മൾ പോവുകയില്ല. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഒരു ന്യായമാണ്, ഹമാസിൻ്റെ ആയുധങ്ങളൊന്നുമില്ല, ഹമാസിൻ്റെ ആയുധങ്ങളില്ലാതാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തവർ. ആയുധങ്ങളില്ലാത്തവർ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഈ 1200 പേരെ ഒരു ദിവസം കൊണ്ട് കൊല വിളിച്ചപ്പോ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ? ഒരു ഓട്ടോക്കാരെ കൊണ്ടുവന്ന ഒരു ലോറിക്ക് കൊണ്ടുവന്ന് അടവച്ചിട്ട് പറയാണ്, അവൻ വെറും ഓട്ടോക്കാരനാണ്, 1 ലക്ഷം രൂപയുടെ ഓട്ടോയാണ്, മറ്റേ 10 ലക്ഷം രൂപയുടെ ലോറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ ഒരു പ്രവൃത്തി അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ പുള്ളി പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ നോട്ട് ചെയ്യാം. ഇതൊരു ജനോസൈഡ് എന്ന് പറയുന്നു, വംശഹത്യ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ലോകത്തെ ആദ്യത്തെ വംശഹത്യ ഇതായിരിക്കും. എങ്ങനെ? ആ വംശഹത്യയിൽ ദ വിക്ടിം സ്റ്റാർട്ടഡ് ഇറ്റ്. ഇരയാണ് തുടങ്ങിയത് വംശഹത്യ. സാധാരണ വംശഹത്യ നടക്കുന്ന എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തെ കാണുക, വൾണറബിൾ ആയിട്ടുള്ള ആളുകളെ കാണുക, അവരെ പോയി കൊന്നു തള്ളുക. അങ്ങനെയാണ് നോർമലി നമ്മൾ കാണുക. ഇവിടെ ഇര കൊന്നു തുടങ്ങുന്നു, കൂട്ടക്കൊല നടത്തുന്നു. ഇര തുടങ്ങി വെച്ച ആദ്യത്തെ വംശഹത്യയാണ് ഗാസയിൽ നടക്കുന്നത്. വംശഹത്യ ആണെങ്കിൽ the victim could have stopped it at any given moment but choose not to. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താണ് ഈ വംശഹത്യയുടെ? ഇരയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് നിർത്താം, ആ ബന്ദികളെ അങ്ങ് വിട്ടുകൊടുത്താൽ മതി, എപ്പോൾ വേണമെങ്കിലും നിർത്താം. പക്ഷേ ഞങ്ങൾ നിർത്തില്ല, നിങ്ങൾ നിർത്തണം. അതായത് തുടങ്ങിയത് നിങ്ങൾ, ഞങ്ങൾക്ക് നിർത്താം, പക്ഷെ ഞങ്ങൾ നിർത്തില്ല, നിങ്ങൾ നിർത്തണം. ഇത് എവിടുത്തെ ന്യായമാണിത്? ഇനി വിക്ടിം അവരുടെ വംശം തുടച്ചു നിൽക്കാനായിട്ട് എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണല്ലോ. പക്ഷേ ദിസ് ഈസ് ദ ഓൺലി ജനോസൈഡ്, ദ സോ കോൾഡ് ജനോസൈഡ് വേർ ദ വിക്ടിം പോപ്പുലേഷൻ ഈസ് ഗ്രോയിങ് റാപ്പിഡ്ലി. ഇരയുടെ ജനസംഖ്യ ഇങ്ങനെ മടങ്ങുകളായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. സാധാരണ കൊന്നു തള്ളി ഉച്ചാടനം ചെയ്ത് മാറിക്കഴിഞ്ഞാൽ അവരുടെ ജനസംഖ്യ കുറയുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഇനി നാലാമത്തെ എന്താണ്? ദ വിക്ടിം ഓൾവേസ് ക്ലെയിം വിക്ടറി. എപ്പോഴും തങ്ങളാണ് വിജയിച്ചതെന്നാണ് വിക്ടിം പറയുന്നത്. ഹമാസ് വിജയിച്ചു എന്നാണ് ഇവിടെ ആളുകൾ പറയുന്നത്.
ഇവൻ അടികൊണ്ട് നടു തളർന്ന് കിടക്കുന്ന, എഴുന്നേറ്റ് വെക്കാൻ നടക്കാത്ത ഹിസ്ബുള്ള, ലബനനിലെ ഷിയ മിലിറ്റന്റ്, അവരും പറയുന്നു അവർ ജയിച്ചെന്ന്. ഇറാൻ പറയുന്നു ഇറാൻ ജയിച്ചെന്ന്. ഹൂത്തീസ് പറയുന്നത് അവർ വൻതോതിൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പിന്നെ എന്താ പ്രശ്നം? നിങ്ങൾ ജയിക്കുന്ന ഒരു യുദ്ധം എന്തിനു നിർത്തണം? നിങ്ങളാണ് ജയിക്കുന്നത്, ഹമാസാണ് ജയിക്കുന്നത്. പിന്നെ എന്തിന് ഇസ്രായേൽ യുദ്ധം നിർത്തുന്നത്? ഹമാസ് ജയിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹമാസ് ജയിക്കുന്നത് ഇച്ഛിച്ചയാണോ? യാതൊരു ലോജിക്കും ഇല്ലാത്ത, യാതൊരു യുക്തിയും ഇല്ലാത്ത, യാതൊരു മാനവികതയും ഇല്ലാത്ത വാദങ്ങളാണ്. നമ്പർ 1, ഇര തുടങ്ങുന്നു. നമ്പർ 2, ഇരയ്ക്ക് നിർത്താം. നമ്പർ 3, ഇര നിർത്തില്ല. നമ്പർ 4, ഇരയുടെ എണ്ണം വർദ്ധിക്കുന്നു. നമ്പർ 5, എപ്പോഴും ഇരയാണ് വിജയിക്കുന്നത്. പിന്നെ എന്താണ് പ്രശ്നം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഇത് ഹൂത്തീസാണ്. ഈ ഹൂത്തികളുടെ ആക്രമണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്രായേലും ഹൂത്തികളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? യമൻ എന്ന് പറയുന്ന രാജ്യം റെഡ് സീയിൽ നിന്ന് ഇത്രയും ദൂരം കിടക്കുക, 1500-2000 കിലോമീറ്റർ അകലെ. എന്തിനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഈ ഹൂത്തികൾ അവിടുന്ന് ഇറാൻ കൊടുത്തിട്ടുള്ള മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ ഇങ്ങോട്ട് വിടുന്നതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ: റസൂലെ നിൻ വരവാലെ. ഇവർ ഷിയാണ്. ഇസ്രായേൽ ഉള്ളത് കൊണ്ട് ഈ ഷിയ സുന്നി സംഘർഷം ഉണ്ടാകുന്നില്ല. അവരൊരുമിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ അടിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏക കാരണം ഇസ്രായേലാണ്. ഇസ്രായേലിനോട് നന്ദി പറയണം. ഒരു പൊതുശത്രുവിനെ, ജൂതൻ, അവനെ അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് ഉച്ചാടനം ചെയ്യുമെന്ന് നമ്മളുടെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവൻ തീരാതെ എല്ലാം തീരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, അതെൻ്റെ ടൈറ്റിലാണ്. ദാറ്റ് ഇസ് ഓൺലി റീസൺ, ദർ ഇസ് നോ അതർ റീസൺ. കാരണം അവരുമായിട്ട് യാതൊരു അതിർത്തി തർക്കമോ സാമ്പത്തിക തർക്കമോ രാഷ്ട്രീയ തർക്കമോ ഒന്നുമില്ല. ഈ ഹൂത്തികളുടെ ഒരു പ്രത്യേകത, ഞാനിത് ടൈം മാഗസിനിൽ വന്നതാണ്. നിങ്ങളിവിടെ അവരെ ഇവിടെ ഇരിക്കുന്ന കണ്ട, ഈ കാട്ടെന്ന് പറയുന്ന ഒരു സൈസ് ഇലയാണ്. ഇവന്മാരിത് രാവിലെ എഴുന്നേറ്റ് ചായ പോലും കുടിക്കാതെ പോയി കടയിൽ പോയി നമ്മൾ ചീരയൊക്കെ വാങ്ങിക്കുന്ന കുറേ ഏറെ എങ്ങ് വാങ്ങിക്കും. നമ്മൾ മുഴുവൻ സമ്പാദ്യം ഇതാണ്, കൃഷി ഇതാണ്, കച്ചവടം ഇതാണ്. 90% ആളുകൾ ഇത് അടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എടുത്ത് വെച്ച് ഇവിടെയും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും. വിശപ്പറിയില്ല, ടെൻഷൻ അറിയില്ല, വേദന അറിയില്ല, ഇങ്ങനെ നടക്കാം. കാട്ട്, KHT കാട്ടെന്ന്, ആ കാട്ട് കൃഷിയാണ് അവിടെ കൂടുതൽ. കാട്ട് കൃഷി ചെയ്താൽ എന്താവും? കാട്ട് നിന്നാൽ ആ ഒരു കാടൻ രീതിയാണ് അവർക്ക്. അവർക്കൊന്നും അറിയില്ല. അവരൊക്കെ പറയുന്നു മതം തഴിച്ചു വളരുന്നുണ്ട്, ഇവിടെ കാട്ടും വെക്കും, ഇവിടെ മതവും വെക്കും. ഇങ്ങനെ നിൽക്കുകയാണ്. ഈ അടുത്തിടെ ഇസ്രായേലിൽ ആക്രമണങ്ങൾ നടത്തിയിട്ട് ഈ ഹൂത്തിയുടെ 2-3 നേതാക്കളെ കൊന്നിരുന്നു. ഒരു നേതാവിനെ, ഒരു കൂടിയ നേതാവിനെ, കമാൻഡറെ ഇവിടെ വെച്ചാണെന്നറിയാമോ? ഇയാൾ ഈ കാട്ടിൻ്റെ ഇല വാങ്ങിക്കാനായിട്ട് പോയി നിൽക്കുന്ന സ്ഥലത്ത് വെച്ച്. അയാളാണ് കമാൻഡർ. ഇങ്ങനെ 2 തരം ലഹരികൾ ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. അവർ ഇസ്രായേലിനെ ആക്രമിക്കണം. ഇസ്രായേൽ എവിടെയാന്ന് പോലും ഒരൊറ്റ ജൂതനെ പോലും ഒരു ഹൂത്തി കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ജൂതനെ ആക്രമിക്കുകയാണ്. നിൻ വരവാലെ. നമ്മൾ പറയുന്ന യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞാനതിനെ കമ്മ്യൂണലിസം എന്ന് മാത്രമേ ഞാനതിനെ വിളിക്കൂ. നമ്മളെല്ലാം ആഫ്രിക്കയിൽ നിന്ന് വരുന്നു. നമ്മൾ എന്ത് ജാതി മതം ഭാഷയൊക്കെ ആയാലും നമ്മൾ എസെൻഷ്യലി ഒരു സെറ്റ് ഓഫ് ജീൻസ് ആണ്, ഒരു ജീൻ പൂളാണ് മനുഷ്യൻ, ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ്. പലയിടത്ത് പോയി പലത് ചെയ്യുന്നു. പക്ഷേ നമുക്ക് ചുറ്റും ഈ ലോകത്ത് ജീവിക്കുന്നവരെല്ലാം അടിസ്ഥാനപരമായി നമ്മുടെ കസിൻസ് ആണെന്ന് നമുക്കറിയാം. നമുക്കങ്ങനെ ഒരു ബോധ്യമുണ്ട്. അതാണ് മാനവികത എന്ന് പറയുന്നത്. മനുഷ്യനാണെന്നുള്ള ബോധ്യം, എല്ലാവരും മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ്. പക്ഷെ ഇവിടെ ചില മാനവികതയുടെ അപ്പോസ്തലന്മാരായി വാഴുന്ന ആളുകൾ മറ്റുള്ളവരോട് നീ മനുഷ്യനാണോ, നീ മനുഷ്യനാകണം എന്നൊക്കെ മുറവിളി കൂട്ടുന്ന ആളുകൾ, അവർ പറയുന്ന മനുഷ്യത്വം ഒന്ന് ലോക്ക് ചെയ്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ക്യൂബൻ ഐക്യദാർഢ്യ ഫണ്ട് കൈമാറും. ഇപ്പം നടന്നു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ക്യൂബയ്ക്ക് വേണ്ടി പിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം എവിടെയാണ് ഈ ക്യൂബെന്ന്? ചിലർക്ക് അറിയാമായിരിക്കും. ക്യൂബയ്ക്ക് വേണ്ടി പിരിക്കുകയാണ്, ഗാസയ്ക്ക് വേണ്ടി പിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് ക്യൂബയ്ക്ക് വേണ്ടി പിരിക്കുന്നതിലോ ഗാസയ്ക്ക് വേണ്ടി പിരിക്കുന്നതിലോ മനുഷ്യരെ എവിടെയുള്ളവരെ സഹായിക്കുന്നതിലോ എനിക്കൊരു പ്രശ്നമില്ല. ഐ ഡോണ്ട് മൈൻഡ്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ മനുഷ്യത്വം, ഈ ഒരു പോസ്റ്റ് വെച്ചുകൊണ്ടിരിക്കണേ, ഈ പോസ്റ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ 21-ാം നൂറ്റാണ്ടിലും
മനുഷ്യർ വംശഹത്യ നടത്തുന്നു എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഇത്രയും വലിയൊരു കൂട്ടക്കൊല ലൈവായി കണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മനുഷ്യരായി നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നത് അതിലേറെ അപമാനമാണ്. ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്താനെങ്കിലും നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം. അതായത് ഗാസയ്ക്ക് വേണ്ടി കൊടി പിടിക്കണമെന്നാണ് പറയുന്ന പുള്ളി. വേറെ ഒന്നും അതിനർത്ഥമില്ല. അപ്പം പുള്ളിയുടെ അതേ ആശയങ്ങൾ പങ്കിടുന്നവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഐക്യദാർഢ്യ സദസ്സ് ക്യൂബൻ ഫണ്ട് കൈമാറൽ. ഈ ക്യൂബയിൽ എന്താണ് പ്രശ്നം? വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് ക്യൂബ? ക്യൂബയിൽ ഇപ്പോൾ വലിയ ഭൂമി കുലുക്കം വല്ലതും ഉണ്ടായോ? ഭൂകമ്പം, കൊടിയ പട്ടിണി, ദാരിദ്ര്യം, കാട്ടുതീ, എന്താണ് ക്യൂബയിലുണ്ടായത്? വാട്ട് ഈസ് ദ പ്രോബ്ലം? എവിടെയോ കിടക്കുന്ന ക്യൂബയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഇരുന്ന് പൈസ പിരിച്ച് അവിടെ കൊടുക്കാനായിട്ട്. ഈ ക്യൂബയിലേക്ക് മാത്രം നമ്മൾ എന്തിനാ പൈസ കൊടുക്കുന്നത്? നമ്മൾ എന്തിനാ പിരിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്കൊരു കഥയുണ്ട്, ഞങ്ങൾക്ക് കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്, അത് പങ്കിടുന്ന കുറേ ആളുകൾ അവിടെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പിരിച്ച് അവിടെ കൊടുക്കുന്നു. ഇതാണ് ഹ്യൂമാനിറ്റി. ബാക്കിയുള്ള മനുഷ്യരൊക്കെയോ, ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെയോ, അവരുടെ പ്രശ്നങ്ങളൊക്കെയോ അതൊന്നുമല്ല. ഞങ്ങളുടെ കുറേ ഉഡായിപ്പ് ന്യായങ്ങളുണ്ട്, അത് അതേപോലെ വിഴുങ്ങുന്ന കുറേ മനുഷ്യർ അവിടെയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പിരിക്കുന്നു. നിങ്ങൾ മനുഷ്യരെ അല്ല സ്നേഹിക്കുന്നത്, നിങ്ങൾ ട്രൈബലിസത്തിൻ്റെ അങ്ങേയറ്റമാണ്. മാനവികതയല്ല ഇത്, മാനവിക വിരുദ്ധതയാണ് ഇത്. മനുഷ്യത്വമല്ല. മനുഷ്യത്വം ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അവരൊന്നും നിങ്ങളുടെ റഡാറിൽ പതിയുന്നില്ലേ? റഡാർ ക്രോസ് സെക്ഷൻ വളരെ ചെറുതാണോ? സ്റ്റെൽത്താണോ ബാക്കിയുള്ളവരൊക്കെ? ഈ രാഷ്ട്രീയം ഇത് മതരാഷ്ട്രീയമാണ്. ഇത് തന്നെയാണ് ഉമ്മത്ത് പൊളിറ്റിക്സ്. യുക്രൈനിൽ റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധം നടക്കുന്നു, കുട്ടികൾ കൊല്ലപ്പെടുന്നു, സ്ത്രീകൾ കൊല്ലപ്പെടുന്നു, 15 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു റാലിയും കാണുന്നില്ല, ഇവിടെ ഒരു പ്രസ്താവനയും കാണുന്നില്ല, ഒരുത്തരും ഇന്റർനെറ്റ് ഓഫ് ചെയ്തിടുന്നില്ല, അരമണിക്കൂർ പോയിട്ട് ഒരു സെക്കൻഡ് പോലും ഓഫ് ചെയ്യുന്നില്ല, ഒരുത്തരും ഫണ്ട് പിരിക്കുന്നില്ല. അവിടെ നിന്ന് മനുഷ്യരല്ലേ കൊല്ലപ്പെടുന്നത്? എൻ്റെ ഒരാൾ പറഞ്ഞു, നിങ്ങളെപ്പോഴും ഗാസയെക്കുറിച്ച് സംസാരിക്കുന്നത്, എന്താണ് യുക്രൈനെ കുറിച്ച് സംസാരിക്കാത്തത്? ഞാൻ 46 ലൈവ് യുക്രൈന് വേണ്ടി മാത്രം നടത്തിയിട്ടുണ്ട്. യുക്രൈൻ വിഷയത്തിൽ 46 ലൈവ് 2 മണിക്കൂർ വെച്ച് കുണിച്ചു നോക്കും. ചുമ്മാ കടിച്ചതാ. യുക്രൈനിൽ മനുഷ്യർ മരിച്ചാലും, റഷ്യയിൽ മരിച്ചാലും, ഗാസയിൽ മരിച്ചാലും, എവിടെ മരിച്ചാലും മനുഷ്യനാണ് വീടുന്നതെന്നുള്ള ഒരു ധാരണ ഇവർക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിച്ചു ഇവർ പറയുന്ന മാനവികതയും ഇവർ പറയുന്നത് തത്വമൊക്കെ. അതങ്ങനെയല്ല. ഇത് വെറും കമ്മ്യൂണലിസം, കമ്മ്യൂണൽ മെസ്സാജിങ്, അത്രേ ഉള്ളൂ. ഈ പറയുന്ന ക്യൂബൻ ഫണ്ട് പിരിവും ഖിലാഫത്തുമായിട്ട് എന്താണ് വ്യത്യാസം? ഖിലാഫത്ത് 1921 ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഇവിടെ കുറേ ആളുകൾ സമരം ചെയ്തെന്താണ്? തുർക്കിയിലെ സുൽത്താൻ വീണു, അയാളെ തിരിച്ചു കയറ്റണം. ബ്രിട്ടീഷുകാരാണ് അതിന് കാരണക്കാരനായത്. അപ്പോൾ തുർക്കി എന്ന് പറയുന്ന എവിടെയോ കിടക്കുന്ന ഒരു രാജ്യത്തെ സുൽത്താനെ നിഷ്കാസിതനായതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ കലാപം നടത്തുകയാണ്. ആരെയാണ്? സ്വന്തം സഹോദരന്മാർക്കെതിരെ. അതിനെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയും. അതിനെങ്ങനെ സ്വാതന്ത്ര്യം? ആർക്കെതിരെയുള്ള സ്വാതന്ത്ര്യം? നമ്മൾ വസ്തുതകളായിട്ട് നോക്കൂ. ആർക്കെതിരെയുള്ള സ്വാതന്ത്ര്യം? ബ്രിട്ടീഷുകാർക്കെതിരെ. അവിടെ ബ്രിട്ടീഷുകാരാണ് അതിന് കാരണം. അവിടെ ബ്രിട്ടീഷുകാർ മാത്രമായിരുന്നല്ല കാരണം. തുർക്കിയിലെ ഓട്ടോമൻ രാജാവിനെ അല്ലെ ചക്രവർത്തിയെ അടിച്ചവിടുന്ന് ഓടിച്ചത് അറബുകളാണ് ശരിക്കും. തുർക്കിയിലെയും സൗദിയിലെയും ഇറാഖിലെയും അതേപോലുള്ള രാജ്യങ്ങളിലെ അറബ് ദേശീയതയാണ് ശരിക്കും ഈ ഓട്ടോമൻ എംപയറിനെ അവിടെ തറ പറ്റിച്ചത്. അറബ്സ് വെർ അഗൈൻസ്റ്റ് ദ ഓട്ടോമൻ എംപയർ. ഇവിടെ എന്താണ്? ഇവിടുത്തെ മതബോധത്താൽ പ്രചോദിതരായ മനുഷ്യർ അറബുകൾക്കെതിരായിരുന്ന ഓട്ടോമൻ ചക്രവർത്തിക്ക് വേണ്ടി ഇവിടെ സഹോദരന്മാർക്കെതിരെയും സഹജീവികൾക്കെതിരെയും വാളെടുത്തു. എത്ര വലിയ അശ്ലീലമാണ്! എന്തെങ്കിലും സമാനതകളുണ്ട്? നമ്മൾ ഈ വർഗീയ ലഹളകളൊക്കെ ഉണ്ടാകുമ്പോൾ തൊട്ട് അയൽക്കാരനാണ് ആദ്യം കത്തിവെക്കുന്നത്. നിങ്ങളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നവൻ്റെ പള്ളക്കാണ് കയറ്റുന്നത്. ഇതെന്തോ കാരണം? എവിടെയോ ഒരിടത്ത്, എനിക്കറിയില്ല എവിടെയെന്ന്, അവിടെ നമ്മുടെ ഈ പൊട്ടക്കഥയും ചുറ്റുവട്ടങ്ങളുമായിട്ട് കഴിയുന്ന കുറേ മനുഷ്യർ ഉണ്ട്. അവർക്ക് എന്തോ പറ്റി, അതുകൊണ്ട് ഞാൻ നിന്റെ മണ്ടയ്ക്ക് അടിക്കുന്നു. റസൂലേ നിൻ വരവാനി. ദിസ് ഈസ് എ റിയൽ പ്രോബ്ലം. ദിസ് ഈസ് നോട്ട് എ പ്രോബ്ലം. വാട്ട് ഈസ്? ഒരു കാര്യം കൂടി. ഇതിപ്പോൾ ഗാസയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നു, ഹമാസ് സമരം ചെയ്യുന്നു.
നിങ്ങൾ 1964 ഈ പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഫോം ചെയ്തു. അന്ന് അവർ പറഞ്ഞത് റിവർ ടു സീ എന്ന് പറയുന്ന മുദ്രാവാക്യമാണ്. അന്ന് ഈ റിവർ ടു സീ എന്ന് പറയുന്ന മുദ്രാവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സീ മുതൽ ജോർഡാൻ നദി വരെയുള്ള ഇടയ്ക്കുള്ള പ്രദേശം ഫ്രീ ആക്കണം, എന്നിട്ട് അവർക്ക് കൊടുക്കണം. അവിടെ ആരാ താമസിക്കുന്നത്? ജൂതർ. ടെൽ അവീവും ഹൈഫയൊക്കെ ഉള്ള സ്ഥലമാണ്. ജൂതന്മാർ അവിടെ ഉണ്ടാകാൻ പാടില്ല. നോക്കൂ, അറബ് രാജ്യങ്ങളിലെ ജൂതന്മാരെല്ലാം തന്നെ ഇസ്രായേൽ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അവരവിടെ നിന്ന് പേടിച്ചോടി പോരുന്ന അവരെല്ലാം യഥാർത്ഥത്തിൽ ജൂതന്മാരെ കടലിൽ മുക്കണം എന്നുള്ളതാണ് റിവർ ടു സീ എന്ന് പറയുന്ന ജനോസൈഡ് മുദ്രാവാക്യമാണത്. ഈ ജനോസൈഡ് മുദ്രാവാക്യമാണ് ഇവർ ഈ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ചിലർ പേഴ്സ് കൊണ്ടുപോകും, ചിലർ ഹാൻഡ് ബാഗ് കൊണ്ടുപോകും, ചിലർ എടുത്ത് ചുറ്റും. ഇറാഖിലെ കുഫ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്. അത് ഇറാഖാണ്. അത് പോട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറയുന്നില്ല. ഈ 64 PLO ചാർട്ടർ ഉണ്ടാക്കുമ്പോൾ ഗാസ PLOയ്ക്ക് ആവശ്യമില്ല. കാരണം ഗാസ ഈജിപ്തിൻ്റെ കോളനിയാണ്. വെസ്റ്റ് ബാങ്ക് അപ്പാടെ ഇസ്രായേലിന് ആവശ്യം, PLOയ്ക്ക് ആവശ്യമില്ല. കാരണം അത് ജോർഡൻ്റെ പുറമ്പോക്കായിട്ട് നിൽക്കുക. പിന്നെ എന്തിനാണ്? ബാക്കിയുള്ളതിനാണ്. ഗോലൻ ഹൈറ്റ്സും ആവശ്യമില്ല, കാരണം അത് സിറിയയുടെ കയ്യിലാണ്. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയത് അറബ് രാജ്യങ്ങൾ ചേർന്നാണ്. അവിടുന്ന് സ്ഥലം പിടിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈജിപ്റ്റ് ഉണ്ടാ കമ്പനിയിൽ, ജോർഡൻ ഉണ്ടാ കമ്പനിയിൽ, സിറിയ ഉണ്ടാ കമ്പനിയിൽ. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിരിക്കുന്ന സ്ഥലം ചോദിക്കരുത്. അങ്ങനെ ഗാസ വേണ്ട, ഗാസ വേണ്ടെന്ന് PLO പറഞ്ഞതാണ് ഞാൻ വായിക്കുന്നത്. Article 24 of the 1964 PLO Charter. This organization does not exercise any territorial sovereignty over the West Bank, in the Hashemite Kingdom of Jordan, or the Gaza Strip, in the Himma area. Himma area എന്ന് വെച്ചാൽ ഈജിപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ഈജിപ്തിൻ്റെ കയ്യിലുള്ള ഗാസയോ ജോർഡൻ്റെ കയ്യിലുള്ള വെസ്റ്റ് ബാങ്കോ ഞങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. എന്നാൽ 67 6 Day War വരുന്നു. സിറിയയിൽ നിന്ന് ഗോലൻ ഹൈറ്റ്സ് പിടിച്ചെടുക്കുന്നു, ജോർഡനിൽ നിന്ന് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നു, ഈജിപ്തിൽ നിന്ന് ഗാസയും പിന്നെ സിനായ് പെനിൻസുലയും പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഇവർ ചാർട്ടർ വീണ്ടും പുതുക്കി. ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഗാസ വേണം, വെസ്റ്റ് ബാങ്ക് വേണം, അത് വേണം, ഇത് വേണം. അതെന്താണ്? ഞാൻ ഒറ്റ ചോദ്യം. അതായത് ഇന്നലെ വരെ നിങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യം ഇന്ന് എന്തുകൊണ്ട് വേണം? കാരണം ഇന്നലെ വരെ സുന്നി ഭൂരിപക്ഷ രാജ്യത്തിൻ്റെ കീഴിലാണ് നിങ്ങൾ വസിക്കുന്നത്. മതം ജോർഡൻ്റെ കീഴിലാണ്, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഹാഷ്മേറ്റ് കിങ്ഡം കുഴപ്പമില്ല, ഹിമ്മ റീജിയൻ കുഴപ്പമില്ല. ഇപ്പോഴാണ് ജൂതൻ്റെ കൈ പോയി. ജൂതൻ്റെ കൈ പോയെന്ന് പറയുമ്പോൾ പറ്റില്ല. എന്താ കാര്യം? റസൂലേ നിൻവരവാൻ. ഇതല്ലാതെ ഈ യുദ്ധത്തിന് കാരണമില്ല. ഈ ഗാസ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാസ ഇസ്രായേൽ പിടിച്ചതാണ് പ്രശ്നം. അത് ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ മതം മതം മതം. വേറെ എന്ത് കാരണമാണുള്ളത്? ഇവിടെ ഓരോരുത്തരും വിഭവങ്ങൾ തമ്മിലുള്ള മത്സരമാണ്, മറ്റൊരു എണ്ണയ്ക്ക് വേണ്ടിയാണ്. ഇത് ഇസ്രായേലിൻ്റെ ആർമി ഈ അടുത്തിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു. മെഡിക്കൽ സ്റ്റാഫിനെ 15 പേരെ കൊന്നിരുന്നു, വെടിവെച്ച് കൊന്നിരുന്നു പാലസ്തീനിൽ, ഗാസയിൽ വെച്ച്. അത് വലിയ പ്രശ്നമായി. ഇസ്രായേൽ ആർമിക്കെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നു. അപ്പോൾ അവരൊരു അന്വേഷണം നടത്തി. ഇതൊരു പ്രൊഫഷണലായിട്ട് പറ്റിയൊരു തെറ്റാണ്. ഇതൊരു അന്വേഷണമൊക്കെ നടത്തി. ഏതെങ്കിലും ഇസ്രായേൽ ആർമിയിൽപ്പെട്ട ആളുകൾ എന്തെങ്കിലും വയലേഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 22 മാസത്തോളമായി, 21 മാസമായി, എന്തെങ്കിലും പോളിസിക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ അന്വേഷണവും വിസ്താരവും ശിക്ഷയും. ഇതാണ് ഏതൊരു ആർമിയും ചെയ്യുന്നത്. ഇസ്രായേൽ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം. ഇസ്രായേലിലെ ഡിറ്റൻഷൻ സെൻ്ററുകളിലെ പീഡനങ്ങളെക്കുറിച്ചൊക്കെ റിപ്പോർട്ടുകളൊക്കെ UN മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 22 മാസമായിട്ട് IDF ഗാസയിലുണ്ട്. ഒരൊറ്റ സ്ത്രീക്കെതിരെ അപമര്യാദയായി പെരുമാറിയ, റേപ്പ് പോട്ടെ, അല്ലെങ്കിൽ ഒരു സിവിലിനെതിരെ അപമര്യാദയായിട്ട് പെരുമാറിയ ഒരു സംഗതി ചൂണ്ടിക്കാണിക്കാനില്ല. പക്ഷേ ഹമാസ് വെൽ ഡോക്യുമെൻ്റാണ്. ഹമാസ് നടത്തിയ റേപ്പും കൗണ്ടർ റേപ്പും എല്ലാം വെൽ ഡോക്യുമെൻ്റ്. ഇസ്രായേൽ ഈ 15 മെഡിക്കോസിനെ കൊന്നു, അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നു.
അതവരുടെ പിഴവായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട്. ആദ്യം അംഗീകരിച്ചില്ല, പിന്നെ അംഗീകരിച്ചു. അതിനെതിരെ വലിയ ആരോപണങ്ങൾ നടക്കും. ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ സ്വന്തം ബന്ദികളെ വെടിവെച്ച് വന്നു. 4 ബന്ദികൾ കൈ ഉയർത്തി വന്നു, സംശയമായി, അപ്പോഴേ വെടിവെച്ച് വന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. ഈ യുദ്ധത്തിനിടയ്ക്കാണ്. കാരണം വിശ്വസിക്കാൻ കഴിയില്ല. ചിലർ പ്രസ് ഒന്നും പറഞ്ഞു നടക്കും. അവനൊന്ന് പ്രസ് ചെയ്യും, മൊത്തം പൊട്ടും. ആരെയും ഞാൻ പറയാം, സ്വന്തം ബന്ദികൾ വന്ന് കൊടിയുയർത്തി കാണിച്ചിട്ടും വിശ്വസിക്കാൻ IDF കഴിഞ്ഞില്ല. അമ്മാതിരിയുള്ള ചതികളും ആംബുഷുകളുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവര് സംശയം ഉണ്ടായി, അല്ലെങ്കിൽ അവരെ കൊല്ലപ്പെടാതിരിക്കാൻ കൊല്ലുക. പലപ്പോഴും അത് ചെയ്യേണ്ടി വരും. അത് തെറ്റാണ് എന്ന് അവർ പറയാറുമുണ്ട്. എങ്കിലും അവരെ കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. സ്വന്തം ബന്ദികളെ കൊന്നിട്ടുണ്ട്, മെഡിക്കൽ സ്റ്റാഫിനെ കൊന്നിട്ടുണ്ട്. പിന്നെ പത്രലേഖകരുടെ കാര്യത്തിൽ ഒരു ഇതുമില്ല. കാരണം പിടിക്കപ്പെട്ട പല പത്രലേഖകരും ഹമാസിൻ്റെ ആൾക്കാരാണെന്ന് പിന്നെ തെളിക്കുന്നു. അൽ ജസീറ, അൽ ഖ്വയ്ദ, ഇതെല്ലാം ഏതാണ്ട് ഒരേപോലെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു യുദ്ധവും മോറലല്ല. ഒരു പട്ടാളവും നിങ്ങൾ പറയുന്നതോടെ എങ്ങും ഇത് കേട്ടാൽ തോന്നുന്നു ഇസ്രയേലാണ് എന്തോ കൊലയാളിക്കൂട്ടം, തെമ്മാടി രാഷ്ട്രം. ഞാൻ പറയുന്നത് ഏറ്റവും മോറലായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു ഫോഴ്സാണ് IDF. നോട്ട് ബിക്കോസ് ഐ ഹാവ് എനി അലീജിയൻസ് ടു ഇസ്രായേൽ. ഫാക്ച്വലി ഇതുവരെ അവിടെ കൊല്ലപ്പെട്ട സൈനികരുടെയും പൊതുജനങ്ങളുടെയും ഒരു അനുപാതമുണ്ട്. അതിൽ ഏറ്റവും മികച്ച ഹ്യൂമാനിറ്റേറിയൻ സ്റ്റാൻഡേർഡ് പുലർത്തുന്ന വാറാണ് ഗാസയിൽ നടക്കുന്നത്. യു വോണ്ട് ബിലീവ് ഇറ്റ്. കുട്ടികളുടെയും സ്ത്രീകളുടെയൊക്കെ കണക്ക് ആദ്യം ഒരുപാട് പെരുപ്പിച്ച് കാണിച്ചാണ് അങ്ങനെ അല്ല എന്നുണ്ടാക്കി. അത്രമാത്രം ഉണ്ടാവില്ലല്ലോ. യുക്രൈനിൽ എന്തായാലും റഷ്യ നടത്തുന്ന ആക്രമണത്തെക്കാൾ ബെറ്ററായിട്ടാണ് ഈ ഇവിടുത്തെ പ്രൊപ്പോർഷൻ, സിവിലിയൻ അതേപോലെ തന്നെ പട്ടാളക്കാരുമായിട്ടുള്ള പ്രൊപ്പോർഷൻ. 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ റഷ്യൻ ആർമി ചെമ്പട ജർമ്മനിക്കാരെ റഷ്യയിൽ നിന്ന് തുരത്തിയതിന് ശേഷം ബെർലിനിലേക്ക് ഇരച്ചു കയറുന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ബെർലിൻ ഇരച്ചു കയറിയിട്ട് അവസാനം ഹിറ്റ്ലർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അവിടെ എല്ലാം കീഴടക്കും. അന്ന് റഷ്യൻ ചെമ്പട ജർമ്മനിയിൽ 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ജർമ്മൻ വനിതകളെയാണ് റേപ്പ് ചെയ്തത്. Can you believe it? Multiple sources. Just browse. 1.5 to 2 million German women. അതിനെക്കുറിച്ച് സ്റ്റാലിനോട് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലോ, അത് മോശമല്ലേ കോമ്രേഡ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് നിസ്സാരവൽക്കരിക്കുകയായിരുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്, ലെറ്റ് ദ ബോയ്സ് ഹാവ് സം ഫൺ. 20 ലക്ഷം 15 ലക്ഷം എന്നൊക്കെ പറയുന്നത് ചെറിയ കണക്കാണോ? 1945 കണക്കാണ് ഞാൻ പറയുന്നത്. ചെമ്പട. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള മത്സരം, തൊഴിലാളിയും ബൂർഷയായിട്ടുള്ള മത്സരം. എന്തുകൊണ്ട് ഇവർ ജർമ്മനിയിൽ ചെയ്തപ്പോൾ ജർമ്മനിയിലുള്ള സാധാരണക്കാരനെയും തൊഴിലാളിൻ്റെയും വൈഫും അവരുടെ സഹോദരിയും അവരുടെ അമ്മയും ഒക്കെയാണ് ഇവരെ ഒന്നും ചെയ്യരുത്, വർഗബോധം നമുക്കുണ്ടാവണം എന്നല്ലല്ലോ അവർ ചിന്തിച്ചത്. ജർമ്മൻ സ്ത്രീയെ റേപ്പ് ചെയ്യണം. അവിടെ എന്താ വർക്ക് ചെയ്തത്? ഉള്ളവനും ഇല്ലാത്തവനുമാണോ? ഉള്ളവനും ഇല്ലാത്തവനെയൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? നിങ്ങൾ വലിയ സമ്പന്നനാണ്, വെറും ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് ഒരു ബർമുഡയൊക്കെ ഇട്ടെന്ന് കഴിഞ്ഞാൽ അറിയത്തില്ല. ഇവിടെ അറിയാൻ പറ്റും, പക്ഷേ അമേരിക്കയിലൊക്കെയാണെങ്കിൽ ഒട്ടും അറിയത്തില്ല. ഞാൻ ഈ അടുത്തരെ അമേരിക്ക പോയപ്പോൾ കാണാം, ഈ ആളുകൾ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് ബോർഡുമായിട്ട് വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ കോട്ടും ഒക്കെ ഇട്ട് എല്ലാ സെറ്റപ്പും ഉണ്ട്. ഞാൻ വിചാരിച്ച് ഹെൽപ്പ് മീ, ഐ വിൽ വർക്ക് ഫോർ യു എന്നൊരു ബോർഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ. നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇതെടുത്ത്, ഈ പ്ലക്കാർഡ് എടുത്ത് ബാഗിനകത്ത് വെച്ചിട്ട് കയറി നമ്മുടെ കൂടെ കാറിനകത്തിരിക്കും, നമ്മൾ കൊണ്ടുപോയി വർക്ക് ചെയ്യണം, പൈസ കൊടുക്കണം. ഇവിടെ അങ്ങനെയല്ല, എന്നാൽ അവിടുത്തെ അവസ്ഥയാണ്. ഇത് സ്റ്റാലിൻ ഇങ്ങനെ പറഞ്ഞോ, അത് ലെറ്റ് ദ ബോയ്സ് ഹാവ് സം ഫൺ എന്ന് സ്റ്റാലിൻ പറഞ്ഞോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, ഞാനിത് ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് സെർച്ച് ചെയ്താണ്. ഇങ്ങനെയൊക്കെ പറയൂ. ഇതിന് സമാനമായ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. യുഗോസ്ലാവിക് കമ്മ്യൂണിസ്റ്റ് മിലോവാൻ ഡിൽജാസ് in his memo
conversation with Stalin recounts 1945 meeting where he raised a concern about Red Army rapes in Yugoslavia. യുഗോസ്ലാവിയയിലെ റെഡ് ആർമി നടത്തിയ റേപ്പുകളെ കുറിച്ച് ചോദിച്ചു. അത് വളരെ മോശമാണല്ലോ സഖാവേ എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ ഡിലാസ് അദ്ദേഹത്തോട് സ്റ്റാലിൻ പറയാണ്, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇഫ് എ സോൾജിയർ ഹു ഹാസ് ക്രോസ്ഡ് thousands of kilometers through blood and fire and death has fun with a woman or take some trifle. ഇത്രയും കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത വരുന്ന സൈനികൻ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ കാണിച്ചു കൂട്ടിയാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇത് കമ്മ്യൂണിസ്റ്റ് നേതാവ് യൂഗോസ്ലാവിയയിലാണ്, ജർമ്മനിയിലല്ല. യൂഗോസ്ലാവിയ, മാർഷൽ ടിറ്റോ, സോഷ്യലിസം, ഇതൊക്കെ തന്നെയാണ് ചെമ്പട ചെയ്തിട്ടുള്ളത്. ചെമ്പട മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ചെമ്പടയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ബ്രിട്ടീഷ് സൈന്യം ചെയ്തിട്ടുണ്ട്, ഫ്രഞ്ച് സൈന്യം ചെയ്തിട്ടുണ്ട്, അമേരിക്കൻ സൈന്യം ചെയ്തിട്ടുണ്ട്. കുറവാണെന്നേ ഉള്ളൂ. ഇത് 1971 ജീവിച്ചിരുന്നവർക്കറിയാം. ബംഗ്ലാദേശിൽ നടന്ന എന്താണ്? 4 ലക്ഷം, 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെ ബംഗാളി സ്ത്രീകളെയാണ് പാകിസ്ഥാന്റെ സൈന്യവും ജമാഅത്തെ ഇസ്ലാമിയും റസാക്കേഴ്സും ചേർന്ന് റേപ്പ് ചെയ്തത്. നിങ്ങൾ വിക്കിപീഡിയ നോക്കൂ, ഫസ്റ്റ് പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫ്, മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് റെഫറൻസ്, 2 lakh to 4 lakh. യുദ്ധം ഇവിടെ പറയുന്നത് റോക്ക് എന്തോ തെമ്മാടി രാഷ്ട്രം. നിങ്ങൾ പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കൂ? വിളിക്കോ? റഷ്യയെ വിളിക്കോ? ആരും വിളിക്കാറില്ല. അന്നത്തെ യുദ്ധം അല്ല ഇന്നത്തെ യുദ്ധം, സമ്മതിച്ചു. ഇന്നത്തെ യുദ്ധത്തിന്റെ സ്റ്റാൻഡേർഡ് മാറിയിട്ടുണ്ട്. ഇന്ന് ഇസ്രായേൽ ആക്രമിക്കുന്നതിന് മുമ്പ് ആദ്യം നോട്ടീസ് കൊടുത്തു, ഞങ്ങൾ ഇത്ര മിനിറ്റുള്ളിൽ ഒഴിഞ്ഞോണം. ഇതൊന്നും ഇല്ല പണ്ട്, ഇതൊന്നും ആരും ചെയ്യാറില്ല. അമേരിക്കയും ചെയ്യാറില്ല. വലിയ മോറൽ മർച്ചൻ്റ് ആണെന്നൊക്കെ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ചെയ്യാറില്ല. അവരെന്താ യൂഗോസ്ലാവിയയിൽ ചെയ്തത്? സെർബിയയിൽ ചെയ്തത് എന്താണ്? അവർ നടത്തിയ ബോംബ് ആക്രമണം നേറ്റോ നടത്തിയത് അതിഭീകരമായിരുന്നു, മാരകമായിരുന്നു. നിങ്ങളത് കാണണം, അവിടെയൊക്കെ പോയി. ഇതേ കണക്ക് നോട്ടീസ് കൊടുക്കൊന്നുമില്ല. പക്ഷേ ഇസ്രായേലിനെല്ലാം ചെയ്തേ പറ്റും. ഇസ്രായേലിന് നോട്ടീസ് കൊടുക്കണം, പോയി വിളിക്കണം, മെസ്സേജ് അയച്ചാൽ പോരാ, പറഞ്ഞറിയിക്കണം, സ്ത്രീകളെയും കുട്ടികളെയും മാറി ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ. എന്നാലും അവരാണ് ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടി രാജ്യം. അവരെന്തിനാണ് ആക്രമിക്കുന്നത്? അവരിത്ര ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചു തരും, ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചു തരും, ഞങ്ങളുടെ മനുഷ്യരാണ്. അവർ 22 മാസമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഇല്ല, അതൊന്നും തരില്ല, ബന്ദികളെയൊന്നും തരില്ല, നിങ്ങൾ യുദ്ധം നിർത്തും. ഇത് ഗാസയുടെ 2 പടം. ഒരെണ്ണത്തിനകത്ത് നല്ല രമ്യഹർമ്മ്യങ്ങളായിട്ടുള്ള ഗോപുരങ്ങളും വലിയ വലിയ കെട്ടിടങ്ങളും റോഡുകളും ഒക്കെ ഉള്ള ഒരു ഭാഗം, മറുഭാഗത്ത് ശവപ്പറമ്പ് പോലെ. ഇത് രണ്ടും കാണിച്ചുകൊണ്ട് ഗാസ അന്നും ഇന്നും എന്നും പറഞ്ഞ് പരസ്യം കൊടുക്കുന്നു. ഈ അന്നെന്ന് പറയുന്നത് എന്നാ? 2023 ഒക്ടോബർ 7 മുന്നെയാണ്. പക്ഷെ അന്നത്തെ ഗാസയെക്കുറിച്ച് എന്താണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? തുറന്ന ജയിൽ, ജനങ്ങൾക്ക് പീഡിപ്പിക്കപ്പെടുന്നു, ആഹാരമില്ല, വസ്ത്രമില്ല, വൈദ്യുതി ഇല്ല, ഒന്നുമില്ല. പക്ഷെ അവിടെ എല്ലാം ഉണ്ടായിരുന്നു, അവിടെ എല്ലാം ഉണ്ടായിരുന്നെന്ന് ഇപ്പോൾ പറയുകയാണ്. അപ്പം അതൊരു നുണ. ആ നുണ ഇന്ന് ഈ 2 പടങ്ങളും ഇസ്രായേൽ ആണ് ഇങ്ങനെ ആക്കിയെന്ന്. അപ്പോൾ ഓരോരോ തരത്തിൽ ഓരോ സമയത്ത്. ഇനി മാനവീയതയുടെ അങ്ങേയറ്റമാണ്. ഞാൻ 2 ന്യൂസുകൾ മാത്രമേ, ഞാൻ ഫേസ്ബുക്കിൽ ഇസ്രായേൽ ന്യൂയോർക്ക് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിനകത്ത് കൊല്ലപ്പെട്ട 3 പട്ടാളക്കാരുടെ പടം, ഇസ്രായേൽ എല്ലാ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ എന്നും പറഞ്ഞ് ഗാസയിലെ കാണിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ വന്ന ആളുകൾ ലൈക്ക് അടിച്ചിരിക്കുക. 5.7K ആണ് ലൈക്ക്. അതിൽ അല്ല, 5.7K അല്ല, ഏതാണ്ട് 9K ലൈക്കുണ്ട്. ലൈക്കും എല്ലാം കൂടെ റെസ്പോൺസ് ഉണ്ട്. അതിൽ 5.7K കുമ്മോജി. 3 പട്ടാളക്കാർ മരിക്കുമ്പോൾ ഇത്രയും സന്തോഷം എങ്ങനെ ഉണ്ടാകും? ഇത് ഒരിടത്തല്ല, എല്ലായിടത്തും ഇത് തന്നെ. കാര്യം അവർക്ക് സന്തോഷമാണ് 3 പട്ടാളക്കാർ മരിച്ചു. അവർ പട്ടാളക്കാരല്ലേ, അവർ യുദ്ധം ചെയ്യാൻ പോയല്ലേ, ഗാസയിലുള്ള ജനങ്ങളെ കൊല്ലാൻ പോയല്ലേ, അതുകൊണ്ട് അവർ മരിച്ചൊരു സന്തോഷമായിക്കൂടെ എന്ന് നിങ്ങളുടെ ഒരു നിഷ്കളങ്ക ബുദ്ധിക്ക് തോന്നിയെങ്കിൽ ഇത് നോക്കൂ. ബന്ദികൾ, ഒന്നും ചെയ്യാതെ വീട്ടിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ബന്ദികൾ 50 പേരുടെ പടം വെച്ചുള്ള ഒരു പോസ്റ്റ് ഇസ്രായേൽ ന്യൂസ് ഏജൻസി എന്ന് പറഞ്ഞൊരെണ്ണം ഇട്ടു. അത് 3.8K ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ 729 പേര് ഈ ബന്ദികൾ അതിനകത്ത് വന്ന് കുമ്മോജിയിട്ടിരിക്കുന്നു. അപ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാകുന്നത്? ഇപ്പോൾ മതങ്ങളെക്കുറിച്ച് നമ്മൾ പൊതുവിൽ പറയുന്നു.
ഈ മതങ്ങളെല്ലാം തന്നെ വളരെ പൈശാചികമായ, അല്ലെങ്കിൽ ആന്റണി പറയുന്നോണം വളരെ അധമമായ, മനുഷ്യത്വരഹിതമായ ഒരു തലത്തിലാണ് ഇപ്പോഴും പലരും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവയിലെല്ലാം ഒരു കൈൻഡ് ഓഫ് റിഫോർമേഷൻ നടന്നിട്ടുണ്ട്. ഇപ്പം ക്രിസ്ത്യാനിറ്റിയിൽ ഈ എക്സ്ക്ലൂഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളിൽപ്പെട്ടവരല്ലാത്തവർക്കെതിരെയുള്ള ഒരു സംഗതി ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. അതിൻ്റെ ഒരു കാരണം ഈ ജൂതവിരോധം തന്നെ, ആൻറ്റിസെമിറ്റിസം അതിനകത്ത് നിന്ന് തന്നെയാണ്. ജൂതന്മാർക്കിടയിലുണ്ട്. ജെൻറ്റൈൽസിനോട് കൂടി സഹകരിക്കില്ല. ജെൻറ്റൈൽസ്, ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു ഒരു ജൂതനായിരുന്നു. അപ്പം പുറജാതിക്കാരോടുള്ള സമീപനം അത് ജുഡായിസത്തിലുണ്ട്. ഹിന്ദുയിസത്തിൽ ഈ ജാതി സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം തന്നെ നോക്കുകയാണെങ്കിലും കുറേ പേരെ തരംതാണ പൗരന്മാരായിട്ട് കാണുന്ന, അല്ലെങ്കിൽ അകറ്റി നിർത്തുന്ന, എല്ലാവരെയും ഒരേപോലെ കാണാൻ വിസമ്മതിക്കുന്ന ഒരു മനോഭാവം തന്നെയാണ്. ഇസ്ലാമിലും അതുണ്ട്. ഇസ്ലാമിൽ ജിസയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ഇതര ക്രിസ്ത്യൻ ജ്യൂസ് കൊടുക്കേണ്ട നികുതിയാണ്. ആ നികുതി കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ പറയും, നിങ്ങൾ യുദ്ധത്തിന് പോകേണ്ട കാര്യമില്ല, അത് നിങ്ങൾക്ക് സേഫ്റ്റി കിട്ടുകയും ചെയ്യും. യുദ്ധത്തിന് പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി കിട്ടി. ഇതിപ്പാണ് സിറിയയിൽ നടക്കുന്നത്. അവർ ആർമിയിൽ കൊടുക്കില്ല, അവർക്ക് സേഫ്റ്റി കൊടുക്കും. രണ്ടും കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ആർമിയിലുള്ളതാണ് നല്ലത്. കാരണം ഈ ആർമി എന്ന് പ്രോസിക്യൂഷൻ നടത്തുമ്പോൾ അവിടെ പ്രശ്നമാവും. ഇപ്പം ഇസ്രയേലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇസ്രയേലിലെ ഡ്രൂസ് ആർമിയിലുണ്ട്. അവർ മാൻഡേറ്ററി ആയിട്ട് 56 തന്നെ ചേരുന്നതാണ്. അവർക്ക് ആദ്യം വോളണ്ടറി ആയിട്ട് ചേർന്നാൽ മതിയായിരുന്നു. പക്ഷേ 56 അവരുടെ മതനേതാക്കൾ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേൽ രാജ്യം അംഗീകരിച്ചു, ഞങ്ങളെ കൂടെ ആർമിയിൽ എടുക്കണം, ഞങ്ങൾ മാൻഡേറ്ററി ആയിട്ട് കോൺസ്ക്രിപ്ഷൻ വരാമെന്ന് പറഞ്ഞു. അവർ നല്ലൊരു ശതമാനം, 80% ഡ്രൂസ് ഇസ്രായേൽ ആർമിയിലുണ്ട്. പക്ഷെ അറബ് മുസ്ലിംസ് ഇല്ല, വളരെ കുറവാണ് അവരുടെ സംഖ്യ. 20% വരുന്ന പോപ്പുലേഷൻ 1% പോലും ആർമിയിലില്ല. അവിടെ 1% പോയിട്ട് 1/2% പോലും ഇല്ല. കാര്യം വോളണ്ടറിയാണ്, നിങ്ങൾക്ക് വേണേൽ ചേർന്നാൽ മതി. ചേർന്ന് കഴിഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടി പൊരുതണം, അതാണ്. അതുപോലെ തന്നെ ബെഡുവിൻ കമ്മ്യൂണിറ്റി, അവരും ഇല്ല. ഇവർക്കെല്ലാം വോളണ്ടറി കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അവരിൽ നിന്ന് ജിസയ ടാക്സ് പിരിക്കലോ അവർക്ക് സെക്കൻഡ് റേറ്റ് സിറ്റിസൻ്റെ അങ്ങനെയൊന്നുമില്ല. വേണേൽ ചേർന്നാൽ മതി. ഇതാണ് ഇസ്രായേൽ. അത് ഒരു ആധുനിക ജനാധിപത്യമാണ്, അതൊരു സെക്കുലർ കാഴ്ചപ്പാട്. പക്ഷെ അതല്ല ഈ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിലുള്ളത്. ന്യൂനപക്ഷമാണെങ്കിൽ സെക്കൻഡ് റേറ്റ് സിറ്റിസൺ. ഞാൻ എന്തുകൊണ്ടാണ് CAA എതിർത്തതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ CAA എതിർത്തതിൻ്റെ ഒരു കാരണമേ ഉള്ളൂ, ഈ ദിമ്മിറ്റ്യൂഡ് എന്ന് പറയുന്ന ഇസ്ലാമിക സങ്കല്പം ഇന്ത്യയുടെ നിയമനിർമ്മാണത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. മുസ്ലിം ഫിൽറ്റർ അവിടെ കൊണ്ടുവന്നു, മുസ്ലിങ്ങൾ ഒഴികെ എന്ന് പറഞ്ഞു. ദാറ്റ്സ് വൈ ഐ ഒപ്പോസ്. അതർവൈസ് നല്ല സാധനമാണ്. എല്ലാ പൗരന്മാരെയും ഒരേപോലെ കാണാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് മതരാഷ്ട്രമാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ റസൂലെ നിൻവരെ, റസൂൽ വന്നതിന് ശേഷമുള്ള സംഗതികളാണ്. റസൂലിൻ്റെ കനിവ് കൊണ്ടാണ് ഈ പല കാര്യങ്ങൾ, ഇപ്പോൾ മധ്യേഷ്യയും കേക്കും എല്ലാം പ്രശ്നമായതിൻ്റെ കാരണം അടിസ്ഥാനപരമായി ഈ ഒരു മത തീവ്രബോധമാണ്. അത് അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. ഇൻ ഇറ്റ്സ് പ്യുവർ ഫോം, ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്നെസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം, മറ്റുള്ളവർ വേണ്ട. അതർനെസ്, മറ്റുള്ള അന്യനായി കാണുക. എല്ലാ മതങ്ങളിലും ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, മറ്റു മതങ്ങളിലെ അന്യവൽക്കരണം, പാർശ്വവൽക്കരണം, ഒഴിവാക്കൽ, അയിത്തം ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു കാലത്ത് വലിയ ശത്രുക്കളായിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും, ജൂതന്മാരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചിട്ടുള്ള ക്രിസ്ത്യാനികളാണ്. ലോകം നോക്കി, ചരിത്രം നോക്കി കഴിഞ്ഞു. പക്ഷെ അവരിപ്പോൾ ഒന്നിക്കുന്നു. അവർ തമ്മിലുള്ള ഭിന്നതകൾ കുറഞ്ഞു വരുന്നു. അമേരിക്ക പോലൊരു രാജ്യമാണ് ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നത്. അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണല്ലോ ബേസിക്കലി. ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല ക്രിസ്ത്യാനികളും ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നു. പക്ഷേ അവർ തമ്മിലുള്ള ഒരു എന്താ പറയുന്നത്, പുരാതനമായ ഒരു കലഹമുണ്ട്, ഒരു വെറുപ്പുണ്ടായിരുന്നു, ആൻറ്റിസെമിറ്റിസം. അത് ക്രിസ്ത്യാനിറ്റിയുടെ സംഭാവനയാണ്, ഇസ്ലാമിന് അത്രയും ഉണ്ടായിരുന്നില്ല. അത് കുറഞ്ഞു വരുന്നു, റിഫോം ചെയ്തു വരുന്നു. ഇപ്പോൾ അവർ തമ്മിൽ വർക്കിംഗ് ഇക്വേഷൻസ് ഉണ്ട്. ഈ ഒരു റിഫോർമേഷൻ ഇസ്ലാമിൽ സംഭവിച്ചിട്ടില്ല. ഇതാണ് പ്രശ്നം. അല്ലാതെ ഏതെങ്കിലും മതങ്ങളിൽ നിന്ന് ഇസ്ലാം അതിമോശമായതുകൊണ്ടല്ല, കാലികമായ പരിഷ്കരണം നടക്കുന്നില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറക്ഷൻ ഈസ് കറപ്ഷൻ. തിരുത്തൽ എന്ന് പറയുന്നത് മലിനമാക്കലാണ്, മോശമാകാണ്, തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അവിടെ സപ്പോർട്ട് ചെയ്യപ്പെടുന്നു.
എങ്ങനെ പുസ്തകം അനുസരിച്ച് പോകാം, പുസ്തകത്തിൽ നിന്നുള്ള ഡീവിയേറ്റ്. യഥാർത്ഥത്തിൽ മതം എങ്ങനെയാണ് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ടതായി മാറുന്നത്? അതിൽ വെള്ളം ഒഴിക്കുമ്പോഴാണ്, അത് നേർപ്പിക്കപ്പെടുമ്പോഴാണ്, അതിൽ നിന്ന് ഡീവിയേഷൻ ഉണ്ടാകുമ്പോഴാണ്, മാറിപ്പോകുമ്പോഴാണ്. മത തത്വങ്ങൾ നേർപ്പിക്കപ്പെടുമ്പോഴാണ് സമൂഹം കൂടുതൽ സെക്കുലർ ആകുന്നത്. സിമ്പിളാണ്. എല്ലാവരും മതവിശ്വാസികളൊക്കെയാണ്, പക്ഷേ അതേപോലെയൊന്നും ഇല്ല, പണ്ടത്ര ശാഠ്യമില്ല. ഞാനല്ലേ പറയത്തില്ലേ, ഇപ്പോൾ പലർക്കും ജാതി ബോധമുണ്ട്, പക്ഷെ പണ്ടത്തെ പോലെ ഇല്ല, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എങ്ങനെ മാറുന്നത്? ഇതിനാണ് നവീകരണം, റീഫോർമേഷൻ എന്ന് പറയുന്നത്. അത് ഇസ്ലാമിൽ നടക്കുന്നില്ല. കാരണം എന്താണ്? അവിടുത്തെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കറക്ഷൻ ഈസ് കറപ്ഷൻ. കറക്ഷൻ കറപ്ഷൻ അല്ല, കറക്ഷൻ ഈസ് വാട്ട് ഈസ് റിക്വയർഡ്. അങ്ങനെ ചിന്തിക്കുന്നു. ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. ഇപ്പൊ എല്ലാവരും പറയാറുണ്ട്, ഞാൻ ഈ ഒരു കോട്ടോടുകൂടി അവസാനിപ്പിക്കാം. ആയൻ ഹിർസി അലി പണ്ടൊരു എത്തീസ്റ്റ് ആയിരുന്നു. ഷീ ലേറ്റർ ഇപ്പോൾ റീസെൻ്റ്ലി ക്രിസ്ത്യാനിറ്റി കൺവേർട്ട് ചെയ്തു. അവർ പറയുന്നത് എനിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, അവർ ബോഡി ഗാർഡ്സുമായിട്ടാണ് നടക്കുന്നത്. എവിടെ എപ്പോഴും ഒരു കൊലക്കത്തി ഭയന്നാണ് ജീവിക്കുന്നത് ആയൻ ഹിർസി അലി. അവരൊരു പുസ്തകമുണ്ട്, നാടോടികൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. കേജ്ഡ് വുമൺ അല്ലേ, അങ്ങനെ ഒരു പുസ്തകമുണ്ട്. അവർ ചോദിച്ചൊരു ചോദ്യമാണ്, ഇഫ് ഇസ്ലാം ഈസ് ദ സെയിം ആസ് എവരി അതർ റിലീജിയൻ, വൈ ഡു ഐ ഹാവ് ടു വാക്ക് അറൗണ്ട് വിത്ത് ആംഡ് ബോഡി ഗാർഡ്സ്? ഇസ്ലാം, ഇന്നത്തെ ഇസ്ലാം മറ്റേതൊരു റിലീജിയനെയും പോലെ ഒരു റിലീജിയൻ ആണെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ബോഡി ഗാർഡ്സുമായിട്ട് എല്ലായിടത്തും പോകേണ്ടി വരുന്നത്? സിമ്പിൾ. ഇപ്പോൾ ജോസഫ് മാഷ് ഇവിടുന്ന് ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, പുള്ളി പോയോന്നറിയില്ല. യെസ്, ഹി ഈസ് സ്റ്റിൽ സിറ്റിംഗ് ദെയർ. If it is like any other religion, you don't need bodyguards. അതിന് സ്റ്റേറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും, ചുറ്റുമുള്ളവർ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതങ്ങനെ സംഭവിക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം കാരണം റസൂൽ നിൻ കനിവാലെ നിൻ വരവാലെ സംഭവിച്ച കാര്യങ്ങളാണിത്. പല രാഷ്ട്രീയ പ്രശ്നങ്ങളിലും, വളരെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളിലും ഈ ഒരു വരവ് സൃഷ്ടിച്ച കെടുതി, അത് പരിഹരിക്കാൻ എത്ര നാളെടുക്കുമോ അത്രയും നാൾ നമ്മൾ ഇത്തരം സംഘർഷങ്ങളിലൂടെയും നാശങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ്. അതിനെ സോഫ്റ്റ്വെയർ തലത്തിൽ ലഘൂകരിക്കുക, നേർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു പരിഹാരം. പരസ്പരം കൊന്നുകൊണ്ടോ വെറുത്തുകൊണ്ടോ ഒറ്റപ്പെടുത്തിക്കൊണ്ടോ ഇതിനൊരു പരിഹാരമില്ല. മതത്തെ തളർത്തുക, ദുർബലപ്പെടുത്തുക, അതിൻ്റെ തത്വങ്ങളിൽ നിന്ന് മാറി നടക്കുക, അതിൽ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുക. അത് എത്ര കൂടുതൽ നടക്കുന്നോ അത്രയ്ക്ക് വെളിച്ചം ഈ സമൂഹത്തിലുണ്ടാകും. എന്നാൽ മാത്രമേ ഈ കനിവും ഈ വരവും ഒക്കെ ഒന്ന് സെറ്റിലാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വൈകിയ വേളയിലും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.